Good morning. So now we discuss the heads of income. The second head income from house property. Income from house property. So like one number heads of income. So we have 5 heads of income. So the head we discuss salary. So salary charging section is salary charging section ഏതായിരുന്നു salary charging section 15 അല്ലേ section 15 ആണ് സോ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് എന്തുണ്ടാവണം എംപ്ലോയി റിലേഷൻഷിപ്പിൽ കിട്ടുന്ന പേയ്മെന്റ് ആയിരിക്കണം അതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു റിസീവ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അക്രൂ ചെയ്യുന്നതാണോ ചാർജ് ചെയ്യുന്ന ടൈം സാലറി എപ്പോഴാണ് whichever is earlier അല്ലെ സോ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്രൂ ചെയ്യുന്ന whichever is earlier so that means നമ്മള് സാലറി ഹെഡിൽ എന്ത് മാത്രമേ വരത്തുള്ളൂ എംപ്ലോയർ റിലേഷൻഷിപ്പില് കിട്ടുന്ന പേയ്മെന്റ്സ് മാത്രമാണ് വരുന്നത് അതിന്റെ അണ്ടറിൽ ഏതൊക്കെയാണ് സ്പെസിഫിക്കലി വരുന്നത് എന്തൊക്കെയാണ് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് 10 സബ്സെക്ഷൻ എക്സംഷൻ കിട്ടുന്ന അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു സെക്ഷൻ 16 ഡിഡക്ഷനും ഡിസ്കസ് ചെയ്തു ദെൻ ഇനി അടുത്തത് ഹൗസ് പ്രോപ്പർട്ടി ഹൗസ് പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും സെക്ഷൻ 22 ആണ് ഇതിന്റെ ചാർജിങ് സെക്ഷൻ സെക്ഷൻ 22 ആണ് ചാർജിങ് സെക്ഷൻ സോ ഇതിനകത്തേക്ക് ഒരു ഇൻകം വരണമെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ സെക്ഷൻ 22 നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദെൻ സോ അത് കഴിഞ്ഞ് റിമൈനിങ് ഹെഡ്സ് ഉണ്ട് PGBP ഉണ്ട് ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട് IFOs നമ്മൾ ഓരോ തുടക്കത്തിൽ നമ്മൾ ഇതേപോലെ ചാർജിങ് സെക്ഷൻ പറയും സോ സെക്ഷൻ 15 സാലറിയിൽ ചാർജ് ചെയ്യുന്ന എപ്പോഴാണ് എംപ്ലോയർ റിലേഷൻഷിപ്പിൽ ഒരു പേയ്മെന്റ് കിട്ടിയാലേ നമുക്കത് സാലറിയിൽ പെടുത്താൻ പറ്റുള്ളൂ സോ ആക്ച്വൽ റിസീവ് ചെയ്യുന്നു അല്ലെങ്കിൽ ലീവ് ആകുന്ന whichever is earlier ആണ് നമ്മൾ ടാക്സബിലിറ്റി ആസ് പെർ സെക്ഷൻ 15 ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് സാലറി സോ നമ്മൾ ഇനി അടുത്ത ഹെഡിലേക്ക് വരികയാണ് ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞ പോലെ സെക്ഷൻ 22 ആണ് ചാർജിങ് സെക്ഷൻ സോ ഹൗസ് പ്രോപ്പർട്ടിയുടെ ചാർജിങ് സെക്ഷൻ 22 ആണ് സോ നിങ്ങൾ തന്നെ പറയാ സോ നമ്മൾ സാലറിയുടെ കേസിൽ പറഞ്ഞു എംപ്ലോയിക്ക് കൊടുക്കുന്ന ഇതാണ് വാല്യൂ അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാണ് നമ്മൾ എന്ത് ഹെഡിലേക്ക് കൊണ്ടുവരുന്നത് സാലറി ഹെഡിൽ കൊണ്ടു സോ അതേപോലെ ഹൗസ് പ്രോപ്പർട്ടിയിൽ വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഹൗസ് പ്രോപ്പർട്ടിയിൽ വരണമെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ എങ്ങനെ കിട്ടുന്ന ഇൻകം ആയിരിക്കും ഇൻകം അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി വരിക അല്ലെങ്കിൽ സെക്ഷൻ 22 ചാർജ് ചെയ്യുക എങ്ങനെ കിട്ടുന്ന ഇൻകം ആയിരിക്കും റെന്റൽ ഇൻകം അല്ലെ സോ റെന്റൽ ഇൻകം പക്ഷെ പറഞ്ഞ പോലെ അവിടെ നമുക്ക് നോർമലി നിങ്ങൾ ഫേസ് ടു ഫേസ് ക്ലാസ്സിലാണെങ്കിൽ അല്ലെങ്കിൽ ഇത് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ നോർമലി ചിലർ പറയാറുണ്ട് സോ വാടകയ്ക്ക് താമസിക്കാൻ വാടകയ്ക്ക് കൊടുത്തിട്ട് കിട്ടുന്ന റെന്റൽ ഇൻകം എന്ന് പറയാറുണ്ട് സോ അതിനകത്ത് ആവശ്യമില്ലാത്തൊരു വേർഡ് കേട്ടിട്ടുണ്ട് സോ റെസിഡൻഷ്യൽ പർപ്പസിന് മാത്രം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അതാണ് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത് സോ റെന്റൽ ഇൻകം സോ ദാറ്റ് മീൻസ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ആനുവൽ വാല്യൂ എന്ന് പറയും സോ റെന്റൽ ഇൻകം അല്ലെങ്കിൽ ആനുവൽ വാല്യൂ from any property is taxable under the head income from house property. So എന്തിനുള്ള ഇൻകം ആണ് റെന്റൽ ഇൻകം സോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ടെർമിനോളജിയാണ് ആനുവൽ വാല്യൂ ഫ്രം എനി പ്രോപ്പർട്ടി
annual value from any property. Okay, is taxable under the head income from house property. Is taxable under the head income from house property if the following conditions are satisfied. Following conditions are satisfied. So just rental income ayal pora, rental income from a property, from any property. Okay, so നമ്മുടെ സെക്ഷൻ 22 പ്രകാരം സോ നമുക്കൊരു മൂവബിൾ അസറ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടാം, റെന്റ് കിട്ടാം. സോ ആ റെന്റ് ഇവിടെ വരുമോ? So rental income, so any rental income not covered under section 22. So section 22 cover ചെയ്യണം, അല്ലെങ്കിൽ ചാർജ് ചെയ്യണം. എന്തില്? ഹൗസ് പ്രോപ്പർട്ടിയിൽ ചാർജ്, ഇൻകം അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി ചാർജ് ചെയ്യണമെങ്കിൽ എന്താണ്? There should be a rental income. That means ഒരു annual value കണ്ടുപിടിക്കണം from any property. എന്താണ് ഈ പ്രോപ്പർട്ടി മീൻസ്? From any property. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർട്ടി കൊണ്ട് അതായത് സെക്ഷൻ 22 പ്രകാരം. സോ ബിൽഡിംഗ് എന്ന് പറഞ്ഞു. സോ നമുക്ക് if the following conditions are satisfied, നോക്കാം. Following conditions are satisfied. First പറയുന്നത് there should be a property. Then SSC should be the owner of the property. SSC should be the owner of the property. So രണ്ട് കണ്ടീഷൻ ആണ് പറയുന്നത്. റെന്റ് കിട്ടുന്നത് എന്തിനായിരിക്കണം? ഒരു പ്രോപ്പർട്ടിയിൽ നിന്നായിരിക്കണം, SSC ആയിരിക്കണം. സോ ദാറ്റ് മീൻസ് എന്താണ്? അണ്ടർ ദ ഹെഡ് ഇൻകം, അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി ക്ലെയിം ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഇൻകം അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി വരുന്ന ആൾ, ഏത് SSCക്കാണോ വരുന്ന ആ SSC ആയിരിക്കണം എന്ത്? ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. സോ ഇനിയാണ് നമുക്ക് ഇതിന്റെ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് പ്രോപ്പർട്ടി മീൻസ്. So property means, okay, so we got property. So very important. Property. Okay. So എന്താണ് പറഞ്ഞത്? ബിൽഡിംഗ് എന്ന് പറഞ്ഞു. Property should consist of any building or land appurtenant thereto. Any building or land appurtenant thereto. So note here. So clear ano? Annual value അല്ലെങ്കിൽ rental income from any property. Property means എന്താണ്? ബിൽഡിംഗ് ഓർ ലാൻഡ് appurtenant thereto. എന്താണ് ഇതിന്റെ മീനിങ്? എനി ബിൽഡിംഗ്. നോർമലി സ്റ്റുഡൻസ് പറയാറുണ്ട് ഒരു എന്താണ്, ഒരു റെസിഡൻഷ്യൽ ഹൗസ് താമസിക്കാനായിട്ട് റെന്റിന് കൊടുക്കുന്ന ബിൽഡിംഗ് മാത്രമാണ് അതിനകത്ത് വരുന്നത്. സോ ഒരു യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് എന്താണ്? എനി ബിൽഡിംഗ് or land appurtenant thereto. So that means ഇതിനകത്ത് നമുക്ക് രണ്ട് വേർഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനി ബിൽഡിംഗ്, ദാറ്റ് മീൻസ് എനി ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എനി ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എനി ബിൽഡിംഗ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി മീൻസ് എനി ബിൽഡിംഗ് or land appurtenant thereto. എന്താണ് എനി ബിൽഡിംഗ് എന്ന് പറയുന്നത്? ഏതൊക്കെ ബിൽഡിംഗ് വരാം. സോ നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടിയിലെ ഒരു ഇൻകം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ റെന്റൽ ഇൻകം ഹൗസ് പ്രോപ്പർട്ടിയിൽ പെടുത്തണമെങ്കിൽ സെക്ഷൻ 22 ചാർജ് ചെയ്യണമെന്നെങ്കിൽ പറയാം. സോ എനി ബിൽഡിംഗ്, അതിനകത്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് വരാം? സോ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. എനി ബിൽഡിങ്ങും ലാൻഡ് appurtenant thereto. നമ്മൾ രണ്ട് കാര്യങ്ങൾ എടുക്കുകയാണ്.
any building. Okay, so any building. So normally students residential building. Residential. Any building in the sense first one residential building. Okay, residential building. So residential building and commercial building. So residential building, that means എനിക്ക് ഒരു റെസിഡൻഷ്യൽ ഹൗസ് ഉണ്ട്, ഞാൻ എന്തിനു കൊടുത്തു, അത് ഒരാൾക്ക് താമസിക്കാൻ റെന്റിന് കൊടുത്തു. അയാൾ റെന്റ് എനിക്ക് തന്നാൽ എനിക്ക് എന്തായി, അതെന്റെ എവിടെയാണ് ചാർജ് ചെയ്യുക? സെക്ഷൻ 22 പ്രകാരം ഇൻകം അണ്ടർ ദ ഹെഡ്, ഇൻകം ഫ്രം അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. ദെൻ കൊമേഴ്ഷ്യൽ കോംപ്ലക്സ്. കൊമേഴ്ഷ്യൽ കോംപ്ലക്സ്. സോ ഞാനൊരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് കിട്ടിയിരിക്കുകയാണ്. സോ അത് ഞാൻ റെന്റിന് കൊടുക്കുകയാണ്. സോ റെന്റിന് എടുത്തവര് അതിവിടെ എന്ത് വേണമെങ്കിൽ ചെയ്യാം, ബിസിനസ് ചെയ്യാം, പ്രൊഫഷൻ ചെയ്യാം, എന്താണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഓണറുടെ കയ്യിൽ എന്താണ്, അയാൾക്ക് എന്ത് ഇൻകം ആണ് കിട്ടുന്നത്? ആ ഒരു ബിൽഡിംഗ് യൂസ് ഉണ്ടോ, എനി ബിൽഡിംഗ്. ദാറ്റ് മീൻസ് പ്രോപ്പർട്ടി മീൻസ് എനി ബിൽഡിംഗ്. ഇറ്റ് ക്യാൻ ബി എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഇറ്റ് ക്യാൻ ബി എ കൊമേഴ്ഷ്യൽ കോംപ്ലക്സ്. സോ ഇപ്പം പറഞ്ഞതുപോലെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ കോംപ്ലക്സ്. സോ ഒരു ഫാക്ടറി ബിൽഡിംഗ് ആണെങ്കിലോ, സോ ഐ ആം ദ ഓണർ ഓഫ് എ ഫാക്ടറി ബിൽഡിംഗ്. സോ വേറെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിനകത്ത് വേറെ ഒരാൾക്ക് ഞാൻ ബിസിനസ് അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ റെന്റിന് കൊടുക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് റെസിഡൻഷ്യൽ ബിൽഡിംഗും കൊമേഴ്ഷ്യൽ ബിൽഡിംഗും മാത്രമാണ് വരുന്നത്. ഫാക്ടറി ബിൽഡിംഗ്, ദാറ്റ് മീൻസ് എന്റെ കയ്യിൽ ഒരു ബിൽഡിംഗ്, ദാറ്റ് മീൻസ് എനി സ്ട്രക്ചർ. സോ ഞാൻ ഓണർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഞാൻ എന്ത് ചെയ്യാണ്, റെന്റിന് കൊടുക്കുകയാണ്. ആ റെന്റിന് എടുത്ത ആൾ അവിടെ ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊഫഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഗോഡൌൺ ആയിട്ട് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഫാക്ടറി ആയിട്ട് യൂസ് ചെയ്യുന്നു, അതൊന്നും നമുക്കറിയണ്ട. സോ ഓണർക്ക് കിട്ടുന്ന റെന്റൽ ഇൻകം ആണോ, ഒരു ബിൽഡിംഗ് ഒരു സ്ട്രക്ചറിൽ നിന്ന് കിട്ടുന്നത് റെന്റൽ ഇൻകം ആണോ, അത് എവിടെ പെടും? സെക്ഷൻ 22 പ്രകാരം എവിടെ ചാർജ് ചെയ്യും? ഓഫീസസ് ആകാം, ഗോഡൌൺസ് ആകാം, ഷോപ്സ് ആകാം. സോ എന്താണെങ്കിലും എനി സ്ട്രക്ചർ, ബിൽഡിങ്ങിന്റെ രീതിയിലുള്ള ഒരു സ്ട്രക്ചർ എന്റെ ഓണറാണ് ഞാൻ, അത് എനിക്ക് അതിൽ നിന്ന് റെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ, സോ റെന്റിന് എടുക്കുന്നവർ ബിസിനസ് ആണോ പ്രൊഫഷൻ ആണോ എന്നത് നമ്മുടെ കാര്യമല്ല. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ജസ്റ്റ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, എനി ടൈപ്പ് ഓഫ് സ്ട്രക്ചർ. സോ ഞാൻ അതിന്റെ ഓണർ ആണ്. ദെൻ അതിൽ നിന്ന് അത് ഞാൻ റെന്റിന് കൊടുത്തു, എനിക്ക് റെന്റൽ ഇൻകം ആണ് കിട്ടുന്നത്. സോ ഞാൻ അവിടെ ബിസിനസ് നടത്തിയാൽ സെനാരിയോ വേറെയാണ്. എന്റെ കയ്യിൽ നിന്ന് റെന്റിന് എടുക്കുന്ന ആള് ബിസിനസ്സോ പ്രൊഫഷനോ അവരുടെ ഗോഡൌൺ ആയിട്ടോ അവരുടെ ഓഫീസായിട്ടോ ഷോപ്പായിട്ടോ ഫാക്ടറി ആയിട്ടോ എങ്ങനെ യൂസ് ചെയ്താലും ഓണർക്ക് കിട്ടുന്നത് എന്താണ്? അയാൾക്കൊരു സ്ട്രക്ചർ ഉണ്ട്, അയാൾക്കൊരു ബിൽഡിംഗ് ഉണ്ട്, അയാൾ എന്ത് ചെയ്തു, അയാൾക്ക് റെന്റൽ ഇൻകം കിട്ടണമെങ്കിൽ സെക്ഷൻ 22 എന്ത് ചെയ്യും, ഓണറുടെ കയ്യിൽ സെക്ഷൻ 22 എന്ത് ചെയ്യും, ഇൻകം അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി ടാക്സ് ചെയ്യും. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ജസ്റ്റ് ബിൽഡിംഗ് എന്ന് മനസ്സിലാക്കിയിട്ട് റെന്റ് കിട്ടുന്നു എന്ന രീതിയിൽ ആകരുത്. സോ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം അതിനകത്തുനിന്ന്. സോ ബേസിക് അത്രത്തോളം ഗ്രിപ്പ് ഉണ്ടാകണം സെക്ഷൻ 22. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ പ്രോപ്പർട്ടി മീൻസ് എനി ബിൽഡിംഗ്. സോ ഫസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് നമുക്ക് മനസ്സിലായി, ബിൽഡിംഗ് എന്താണെന്ന് മനസ്സിലായി. ദെൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ലാൻഡ് അപ്പർട്ടുനന്റ് thereto or any land pertinent thereto. എന്താണ് ഈ ലാൻഡ് അപ്പർട്ടുനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ നമുക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ദർ ഷുഡ് ബി എ ലാൻഡ്, അല്ലെ? സോ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ, ബിൽഡിംഗ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഫ്ലാറ്റിന്റെ സെൻസിൽ വേറെയാണ്. അതുകൊണ്ടാണ് ലാൻഡ് അപ്പർട്ടുനന്റ് thereto അത്രത്തോളം ഇമ്പോർട്ടൻസ് വരുന്നത്. ഫ്ലാറ്റ് ഓൾസോ കൊമേഴ്ഷ്യൽ കോംപ്ലക്സ്, ദാറ്റ് മീൻസ് ഫ്ലാറ്റ് ഓൾസോ എ ബിൽഡിംഗ്. ഒരു സ്ട്രക്ചർ എല്ലാം തന്നെ എന്തിന്റെ അണ്ടറിൽ വരും? ബിൽഡിങ്ങിന്റെ അണ്ടറിൽ വരും. സംടൈംസ് നമ്മളൊരു ഫ്ലാറ്റ് അല്ല, ഒരു നോർമൽ ബിൽഡിംഗ് ആണ് വിചാരിക്കുക. സോ ഒരു ബിൽഡിംഗ് ഉണ്ട്, സോ ഒരു 3-4 സെന്റിലെ ബിൽഡിംഗ്, ദെൻ അതിന് ചുറ്റും ഒരു 10 സെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 4 സെന്റിലെ ബിൽഡിംഗ്, അതിന് ചുറ്റും ഒരു മതിൽ കെട്ടിക്കൊണ്ട് 10 സെന്റിലാണ് ആ ബിൽഡിംഗ് നിൽക്കുന്നത്. സോ ദെൻ ആ ബിൽഡിംഗ് റെന്റിന് കൊടുക്കാൻ മീൻസ് എന്തായിരിക്കും? ആ ബിൽഡിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന ലാൻഡ് കൂടെ ചേർന്നായിരിക്കും റെന്റിന് കൊടുക്കുക. സോ അവിടെ ബിൽഡിംഗ് വേറെ ലാൻഡ് വേറെ എന്ന രീതിയിൽ എടുക്കില്ല. സോ ആ ഒരു കോമ്പൗണ്ട് വാളിന് ചുറ്റും, അതായത് ബിൽഡിങ്ങുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ടിന്റെ വാളിന് ചുറ്റുമുള്ള ഏരിയ നമുക്ക് എന്ത് പറയാം? ലാൻഡ് അപ്പർട്ടുനന്റ് thereto means land connected with the building. ക്ലിയർ ആണോ? ലാൻഡ് അപ്പർട്ടുനന്റ് thereto മീൻസ് എന്താണ്? ആ ബിൽഡിംഗ് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ബിൽഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ലാൻഡിന്റെ ആ പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർമലി അങ്ങനെ ഒരു
സോ 4 സെന്റ് സ്ഥലത്ത് വീടും ബാക്കി 6 സെന്റ് സ്ഥലത്തിനകത്താണ് 10 സെന്റ് സ്ഥലത്തിനകത്ത് വീട്, ഒരു കോമ്പൗണ്ട് വാളുണ്ട്. സോ അങ്ങനെ അത് റെന്റിന് കൊടുത്താൽ ബിൽഡിംഗ് സെപ്പറേറ്റ്, ലാൻഡ് സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യില്ല. സോ എല്ലാം കൂടി ചേർത്ത് എന്തേ വരത്തുള്ളൂ? ബിൽഡിംഗ് ആൻഡ് ലാൻഡ് അപ്പാർട്ട്മെന്റ് തരട്ടു എന്ന് പറഞ്ഞ് എന്തിനുണ്ടല്ലേ വരത്തുള്ളൂ? സെക്ഷൻ 22 പ്രകാരം ടാക്സ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? സോ ബിൽഡിങ്ങും ലാൻഡ് അപ്പാർട്ട്മെന്റ് എന്താണ്? പ്രോപ്പർട്ടി ഉണ്ടാവണം, റെന്റൽ ഇൻകം. പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു ബിൽഡിംഗ് ആൻഡ് ലാൻഡ് അപ്പാർട്ട്മെന്റ്, ദർ ഷുഡ് ബി അസസി ഷുഡ് ബി ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. എങ്ങനെയാണ് നമ്മൾ ഓണർഷിപ്പ് ക്രൈറ്റീരിയ തിരിച്ചറിയുന്നത്? ഓണർഷിപ്പ് ക്രൈറ്റീരിയ തിരിച്ചറിയുന്നത് ഓണർ അസസി ഓണർ ആണോ എന്ന് തിരിച്ചറിയുന്നു. സോ ഒരു ബ്രോഡ് മീനിങ് ആണ് നമുക്ക് ഈ ഓണർഷിപ്പിന് ഇവിടെ ഇൻകം അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി വരുന്നത്. സോ ബ്രോഡ് മീനിങ് ആണ് വരുന്നത്. സോ ഓണർ ആണോ എന്ന് എങ്ങനെ അറിയാം? സോ നമുക്ക് ഇവിടെ നമുക്ക് നോർമലി അറിയുന്നത് എന്തായിരിക്കണം? ദാറ്റ് പ്രോപ്പർട്ടി, ദാറ്റ് ഹൗസ് പ്രോപ്പർട്ടി ഷുഡ് ബി രജിസ്റ്റേർഡ് ഇൻ ദ നെയിം ഓഫ് ദ അസസി. നോർമലി നമുക്ക് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ സെക്ഷൻ 22 പ്രകാരം നമ്മൾ കുറച്ചുകൂടെ ബ്രോഡ്, ഞാൻ പറയുന്നു മീനിങ്, ഒരു ബ്രോഡ് മീനിങ് ആണ് പറയുന്നത്. സോ സംടൈംസ് നമ്മുടെ എന്താണ് 31st മാർച്ച് അല്ലെങ്കിൽ 1st ഏപ്രിൽ ടു 31st മാർച്ച് വരെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ വരുന്നത്. സോ നമ്മള് എനിക്ക് ഒരു ഹൗസ് പ്രോപ്പർട്ടി കിട്ടി, സോ എനിക്ക് കിട്ടി അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു. ദെൻ അതിന്റെ ഒരു രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സെയിൽ ഡീഡ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആയിട്ട് നടക്കുന്നതിന് മുമ്പ് തന്നെ ശരിക്കും ആക്ച്വലി എന്താണ്, ഞാൻ എനിക്ക് എന്റെ ഓണർഷിപ്പ് എന്റെ കസ്റ്റഡിയിൽ വന്നു. ദെൻ രജിസ്ട്രേഷൻ ആകുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ചെറിയൊരു കാലതാമസം ഉണ്ടായി രജിസ്ട്രേഷന്. ബട്ട് 1st ഏപ്രിൽ തൊട്ട് ഞാനത് റെന്റിന് കൊടുത്തു. ബട്ട് എനിക്ക് രജിസ്ട്രേഷൻ എന്റെ കയ്യിൽ എന്റെ പേരിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നത് സോ ജസ്റ്റ് ഏപ്രിൽ മെയ് ജൂണിലാണെന്ന് വിചാരിക്കാം. സോ ഏപ്രിലും മെയ്യിലും എനിക്ക് കിട്ടിയ ഇൻകം, എനിക്ക് കിട്ടിയ റെന്റൽ ഇൻകം സോ സെക്ഷൻ 22 പ്രകാരം ചാർജ് ചെയ്യുവോ ഇല്ലയോ? ഈ വേർഡ് യൂസ് ചെയ്ത് ഓണർഷിപ്പ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ യൂസ് ചെയ്ത് സെക്ഷൻ 22 ചാർജ് ചെയ്യുവോ ഇല്ലയോ? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി അല്ലെ? സോ ഇത് ശ്രദ്ധിക്കണ്ടോ, ഇതിനകത്ത് ബ്രോഡ് മീനിങ് ആണ് വരുന്നത്. ഓണർഷിപ്പ് ഇൻ ദ സെൻസ് ദാറ്റ് മീൻസ് സെക്ഷൻ 22 പ്രകാരം. സോ നോക്കുകയാണ് ഇവിടെ എന്ത് മാത്രമാണ് രജിസ്ട്രേഷൻ ഡീഡ് അല്ലെങ്കിൽ സെയിൽ ഡീഡ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, എന്റെ പേരിലേക്ക് നിയമപരമായിട്ട് ആക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. ബട്ട് ആക്ച്വലി എന്താണ്, എന്റെ പേയ്മെന്റ് റിസ്ക്കും കാര്യങ്ങളും എല്ലാം കൊടുത്തു. ദാറ്റ് മീൻസ് ആരുടെ കസ്റ്റഡിയിലാണ്? എന്റെ കസ്റ്റഡിയിലാണ്. ഞാൻ അതിൽ നിന്ന് ഇൻകം ഏൺ ചെയ്ത് തുടങ്ങി. സോ ഇൻകം ടാക്സ് ആക്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ പെർവ്യൂവിൽ എന്താണ്, യു ആർ ഏണിംഗ് ഇൻകം ഫ്രം ദിസ് പ്രോപ്പർട്ടി. സോ ദാറ്റ് മീൻസ് എന്താണ്, യു ആർ ദ ഓണർ. സോ എന്താണ്, ഒരു രജിസ്ട്രേഷൻ ഡീഡ് ഇല്ല അല്ലെങ്കിൽ സെയിൽ ഡീഡ് നിങ്ങളുടെ പേരിലേക്ക് ആക്കി വിത്തിൻ നോ ടൈം അതാകും. ബട്ട് ആ ഒരു പീരീഡിൽ കിട്ടിയ ഇൻകം നിങ്ങൾ ഓണർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഇൻകം ജനറേറ്റ് ചെയ്തിട്ട് എന്താണ് സെക്ഷൻ 22 അട്രാക്ട് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. സോ IT ഇൻകം ടാക്സിന്റെ പുറകിൽ എന്താണ്, ഇഫ് യു ആർ സോ നിങ്ങളുടെ പൊസഷനിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾ ഇൻകം ഏൺ ചെയ്യുവാണെങ്കിൽ നിങ്ങളെ എന്ത് വിളിക്കും? ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. സോ ജസ്റ്റ് രജിസ്ട്രേഷൻ നിങ്ങളുടെ പേരിൽ ആയിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് ആ ഇൻകം എസ്കേപ്പ് ചെയ്യാൻ പറ്റൂല. ക്ലിയർ ആണോ? ഓണർ മീൻസ് പേഴ്സൺ ഹു entitled to receive income from the property. സോ താഴെ സോ അതുകൊണ്ട് രജിസ്ട്രേഷൻ വേണ്ടാന്ന് എഴുതി വെക്കരുത്, രജിസ്ട്രേഷൻ മാൻഡേറ്റ് ചെയ്യുന്നില്ല. സോ ആ ഒരു എന്താണ്, എന്റെ പൊസിഷനിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു ബിൽഡിംഗ് ആണ്. സോ ബിൽഡിംഗിൽ നിന്ന് എനിക്ക് ഇൻകം, റെന്റൽ ഇൻകം കിട്ടി തുടങ്ങിയാൽ എന്ത് വിളിക്കും? ഐ ആം ദ ഓണർ. സോ അയാളെ എന്ത് വിളിക്കും? അസസി അല്ലെങ്കിൽ ആ പേഴ്സൺ എന്ത് വിളിക്കും? ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. സോ ഇൻകം എന്തിനണ്ടറിൽ വരും? സെക്ഷൻ 22 പ്രകാരം ഹൗസ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ ചാർജ് ചെയ്യും. സ്റ്റാർട്ട് എഴുതുക. ദാറ്റ് ഈസ് മാൻഡേറ്റ് ചെയ്യുന്നില്ല എന്ന് എഴുതാവുള്ളൂ. അതുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഒന്നുകൂടെ പ്രൂവ് ചെയ്യാം, ഹി ഈസ് ദ ഓണർ. ദാറ്റ് ഈസ് registration of sale deed is not warranted.
സോ മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല, ബട്ട് ഉണ്ടെങ്കിൽ എന്താണ് അത് ഒന്നുകൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഹി ഈസ് ദ ഓണർ, ദാറ്റ് പേഴ്സൺ ഈസ് ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. സോ സെക്ഷൻ 22 ക്ലിയർ ആണോ? സോ ഇവിടെ ശ്രദ്ധിക്കണം, താഴെ നോട്ട് ചെയ്യാം, ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. എക്സെപ്ഷൻസ്, എക്സെപ്ഷൻസ്, എക്സെപ്ഷൻസ് നിങ്ങൾ തന്നെ നോക്കാം. എക്സെപ്ഷൻസ്, എക്സെപ്ഷൻസ് ആണ് ഫസ്റ്റ് വൺ. പ്രോപ്പർട്ടി exceptions. First one, annual value, annual value of the following properties are not chargeable under section 22. So under section 22 charge means എന്താണ് section 22 എന്തിന്റെ ചാർജിങ് സെക്ഷൻ ആണ്? ഇൻകം അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി. So first one, property, property occupied by assessee for the purpose of any business or profession, business or profession carried on by him. സോ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആ ഒരു പ്രോപ്പർട്ടി എന്ന ഡെഫിനിഷനിൽ വരുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ പ്രോപ്പർട്ടി സോ എന്റെ പ്രോപ്പർട്ടി ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അത് റെന്റിനൊന്നും കൊടുക്കുന്നില്ല, പകരം എന്താണ് ചെയ്യുന്നത്? പ്രോപ്പർട്ടി occupied by assessee for the purpose of any business or profession. എന്റെ സ്വന്തം ബിസിനസിനോ പ്രൊഫഷനോ യൂസ് ചെയ്താൽ, എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, സോ ഞാനത് എന്താണ് റെന്റിന് കൊടുക്കുന്നില്ല, എന്റെ ബിസിനസിനോ അല്ലെങ്കിൽ പ്രൊഫഷനോ യൂസ് ചെയ്താൽ അത് സെക്ഷൻ 22 പ്രകാരം ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ വരുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും എമൗണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എമൗണ്ട് എവിടെ വരത്തുള്ളൂ? ഏതിലായിരിക്കും വരിക? പിന്നെ ഏതിലായിരിക്കും വരിക? Income from business and profession. PGBP-ലായിരിക്കും വരിക അല്ലെ? സോ പ്രോപ്പർട്ടി occupied by assessee for the purpose of any business or profession. സോ നേരെ മറിച്ചുണ്ടോ, ഇവിടെ വെച്ചിട്ടാണ് വേറെ ചോദിക്കുന്നത്. നമ്മളോട് ക്വസ്റ്റ്യൻ എക്സാമിന് വേറെ ചോദിക്കുന്നത്, എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഞാൻ അത് മിസ്റ്റർ എക്സിന് റെന്റ് കൊടുത്തു, മിസ്റ്റർ എക്സ് ആ പ്രോപ്പർട്ടിയിൽ ബിസിനസ്സോ പ്രൊഫഷൻ നടത്തി, സോ ആ കിട്ടുന്ന റെന്റൽ ഇൻകം PGBP-ലാണോ ചാർജ് ചെയ്യുന്നത്? എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടി റെന്റിനെടുത്ത ആൾ എന്തും ചെയ്തോട്ടെ. സോ റെന്റിനെടുത്ത നമുക്ക് എന്താണ് ബിസിനസ്, എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പാർട്ട്മെന്റ്, അതിൽ നിന്ന് എന്താണ് ഞാൻ റെന്റിന് കൊടുത്ത് റെന്റൽ ഇൻകം ആണ് കിട്ടുന്നതെങ്കിൽ ആ വാങ്ങിക്കുന്ന ആള് അല്ലെങ്കിൽ റെന്റിന് എടുക്കുന്ന ആള് എന്ത് ചെയ്താലും പ്രശ്നമില്ല. സോ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതിൽ ഞാൻ ബിസിനസ്സോ എന്റെ സ്വന്തം ബിസിനസ്സോ പ്രൊഫഷനോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റെന്റൽ ഇൻകം ഒന്നും കിട്ടില്ല. അവിടെ എന്താണ് അത്, ആ ബിൽഡിംഗ് എവിടെയാണ് നമുക്ക് പോകുന്നത്? PGBP-ൽ നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്താണ് ഈ ബിൽഡിങ്ങിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചർ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് PGBP-ല് പല സെക്ഷനിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇത് തന്നെ പറയാ, പ്രോപ്പർട്ടീസ്, പ്രോപ്പർട്ടി ഓഫ് ആൻ അസസി engaged in the business of letting of properties. ഇതിലെവിടെ ഉണ്ടോ? സോ എനിക്ക് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ട്. എന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടി ആണ്. സോ കുറെ ബിൽഡിങ് കാര്യങ്ങളുണ്ട്. അത് എന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അത് റെന്റിന് കൊടുക്കുകയാണ് എന്റെ ബിസിനസ്. സോ റെന്റിന് കൊടുക്കുക എന്നുള്ള എന്റെ ബിസിനസ് ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എവിടെ കാണിക്കാൻ പറ്റൂ? എവിടെ കാണിക്കുള്ളൂ? സെക്ഷൻ 22-ലായിരിക്കില്ല കാണിക്കുന്നത്, സെക്ഷൻ 28 നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. PGBP-ലായിരിക്കും കാണിക്കുക. ക്ലിയർ ആണോ? സോ രണ്ട് കാര്യങ്ങളാണ്. സോ നോക്കണ്ടോ,
ബിൽഡിംഗ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ട്, എന്നിട്ടും അത് എന്താണ് സെക്ഷൻ 22 അട്രാക്ട് ചെയ്യാത്ത രണ്ട് എക്സെപ്ഷണൽ കേസാണ്. എനിക്ക് ഞാൻ ആം ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി ബട്ട് ദിസ് പ്രോപ്പർട്ടി ഈസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ റൺ ബൈ മീ അല്ലെങ്കിൽ ക്യാരിഡ് ഓൺ ബൈ മൈസെൽഫ്. സോ ഞാൻ തന്നെ ബിസിനസ്സോ പ്രൊഫഷനോ കാണിച്ചിട്ട് അതിനകത്തൊന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണ് സെക്ഷൻ 22 അട്രാക്ട് ചെയ്തില്ല. പിന്നെ റെന്റൽ ഇൻകം തന്നെയാണ്, പക്ഷെ എന്റെ ബിസിനസ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് വാടകയ്ക്ക് കൊടുക്കുകയാണ് എന്റെ ബിസിനസ് എങ്കിൽ അത് എവിടെ വരത്തുള്ളൂ? എന്റെ ബിസിനസ്സിലെ കാണിക്കുള്ളൂ. ദാറ്റ് മീൻസ് PGBP-യിലെ ആ ഇൻകം കാണിക്കുള്ളൂ. സെക്ഷൻ 22 അട്രാക്ട് ചെയ്യില്ല. രണ്ട് എക്സെപ്ഷണൽ കേസാണ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം ഉണ്ടാകുന്ന കേസസില്. ക്ലിയർ? നെക്സ്റ്റ് ഹെഡ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ്. നമ്മുടെ സെക്ഷൻ 22ലേക്ക് ഇൻഡെപ്തിലേക്ക് പോവാണ്. ഓരോ എന്താണ് ഇൻകം അല്ലെങ്കിൽ ആനുവൽ ഇൻകം കണ്ടുപിടിക്കുന്നതിലോട്ടൊക്കെ നമ്മൾ പോവാണ്. ഫസ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ്. ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ്. സോ ഇവിടെ നമ്മൾ ബിൽഡിങ്ങിനൊന്നും യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് സെക്ഷൻ 22 പ്രകാരം എന്താണ്, ദർ ഷുഡ് ബി എ പ്രോപ്പർട്ടി ആൻഡ് അസസി ഷുഡ് ബി ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. സോ പ്രോപ്പർട്ടി നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് കഴിഞ്ഞു. പ്രോപ്പർട്ടി മീൻസ് എ ലാൻഡ്, any building and land appurtenant thereto. That means any type of building, ആ ബിൽഡിംഗുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ലാൻഡ് കൂടെ ചേർത്തിട്ടാണെന്ന് പറയുന്നത് പ്രോപ്പർട്ടി. ഫസ്റ്റ് വൺ സെൽഫ് occupied. Self occupied property. Self occupied property. Then second one let out property. Then deemed to be let out property. Deemed to be let out property. again self occupied property നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്യാണ്, എളുപ്പത്തിന് വേണ്ടിയാണ്. let out property, then deemed to be let out property. Deemed to be let out property. സോ മൂന്ന് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ആണ്. സോ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഓരോന്നും കണ്ടുപിടിക്കുന്നത്. സോ വാല്യൂ, ആനുവൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി കണ്ടുപിടിക്കുന്നത് ഇതിന്റെ ബേസിസിലാണ്. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് കൊടുക്കുക ടാക്സബിലിറ്റി ഓഫ്. Taxability of income from house property. So house property യിൽ നിന്ന് ഒരു ഇൻകം, that means annual value അല്ലെങ്കിൽ rental income വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ടാക്സബിലിറ്റി എന്ന് നോക്കാം. നമ്മൾ രണ്ട് രീതിയിൽ പറയണം. സെൽഫ് occupied പ്രോപ്പർട്ടി, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. നിങ്ങൾ തന്നെ പറയാം. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി മീൻസ് എന്താണ്? സെക്ഷൻ 22 കവർ ചെയ്യണമെങ്കിൽ എന്താണ്, എന്റെ കയ്യിൽ എന്തുണ്ട്? പ്രോപ്പർട്ടി ഉണ്ട്, അത് ഞാൻ റെന്റിന് കൊടുത്തു. ആ റെന്റൽ ഇൻകം അല്ലെങ്കിൽ ആനുവൽ വാല്യൂ ടാക്സബിൾ ആകോ ഇല്ലയോ? സോ ഇതിൽ നിന്ന് കിട്ടുന്ന ആനുവൽ വാല്യൂ, സോ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ആനുവൽ വാല്യൂ. സോ ദാറ്റ് മീൻസ് എന്റെ കയ്യിൽ പ്രോപ്പർട്ടി ഉണ്ട്, ഞാൻ അത് റെന്റിന് കൊടുത്തു, അതിൽ നിന്ന് കിട്ടുന്ന ആനുവൽ വാല്യൂ. സോ റെന്റൽ ഇൻകം എന്ന് പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ കമ്പ്യൂട്ട് ചെയ്യും എന്താണ് സെക്ഷൻ 22 പ്രകാരം ചാർജ് ചെയ്യുന്ന എമൗണ്ട് സെക്ഷൻ 23 പ്രകാരം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിക്കും. ദെൻ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കിട്ടുന്ന ആനുവൽ വാല്യൂ സെക്ഷൻ 22 ചാർജബിൾ ആണോ അല്ലയോ? സോ ചാർജബിൾ, ആനുവൽ വാല്യൂ, ടാക്സബിൾ, ഓൾവേസ് ടാക്സബിൾ അണ്ടർ സെക്ഷൻ 22. സെക്ഷൻ 22 പ്രകാരം എന്താണ്? അതിൽ നിന്ന് കിട്ടുന്ന ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണോ അതിൽ നിന്ന് കിട്ടുന്ന ആനുവൽ വാല്യൂ ടാക്സബിൾ ആണ്. സെൽഫ് occupied പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? റെന്റിന് കൊടുത്തിട്ടില്ല, ലെറ്റ് ഔട്ട് അല്ല. ഓക്കെ, സോ എന്റെ കയ്യിൽ സെൽഫ് occupied പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ യൂസ്ഡ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്. സോ പിന്നെ അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള സെൽഫ് occupied പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ.
used to for own business or profession. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്റെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് എന്റെ ബിസിനസിനോ പ്രൊഫഷനോ യൂസ് ചെയ്താൽ എവിടെ വരില്ല? എക്സെപ്ഷണൽ കേസാണ്. സെക്ഷൻ 22 അട്രാക്ട് ചെയ്യത്തില്ല. നേരെ എവിടോട്ട് പോകും? PGPP-ലോട്ടാണ് പോകുന്നത്. സോ നോട്ട് കവേർഡ്. സോ എന്ത് പറയാം, നമുക്ക് നോട്ട് ചാർജബിൾ. നമുക്ക് ഇപ്പൊ നമ്മൾ സെക്ഷൻ 22-ന്റെ പർവ്യൂവിൽ നിന്നാണ് എന്താണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി, അതിന്റെ പുറത്തുള്ള ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ടാക്സബിലിറ്റി. സോ യൂസ്ഡ് ഫോർ ഓൺ ബിസിനസ്. സോ എന്റെ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണ്. സോ ഞാൻ എന്താണ് എന്റെ ബിസിനസിനോ പ്രൊഫഷനോ യൂസ് ചെയ്താൽ നോട്ട് ചാർജബിൾ അണ്ടർ സെക്ഷൻ 22. സോ എക്സെപ്ഷൻ ആണ്. സെക്ഷൻ 22 പ്രകാരം എന്താണ്, അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാല്യൂ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി കവേർഡ് അണ്ടർ സെക്ഷൻ 22. സോ നമ്മൾ എന്താണ് വേറെ ഒരു ഹെഡിലേക്കാണ് പോകുന്നത്. PGBP, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. Then used for residential purpose. So എനിക്ക് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഉണ്ട്, ഞാൻ എന്ത് പറയാണ്, അത് ഞാൻ എന്റെ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സോ റെസിഡൻഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും റെന്റ് കിട്ടുമോ? സോ എനിക്ക് വീടുണ്ട്, ഞാൻ അവിടെ താമസിക്കുവാണ്, എന്തെങ്കിലും റെന്റ് കിട്ടുമോ? ഇല്ല. സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി, ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. സോ ഡീമിംഗ് പ്രൊവിഷൻ ആണ്. സോ എനിക്ക് ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ഞാൻ അവിടെ താമസിക്കുവാണ്. ഇൻകം ടാക്സ് പറഞ്ഞു ഓക്കെ. എനിക്ക് സോ എന്റെ ഒരു വലിയ കുടുംബമാണ്, എനിക്ക് 2 റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ഞാൻ അവിടെ താമസിക്കുവാണ്. ഓക്കെ. സോ എനിക്ക് എന്താണ് 3 റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, 3-ലും ഞാൻ അവിടെ താമസിക്കണം. അപ്പൊ ഇൻകം ടാക്സ് പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല. സോ ഒരാൾക്ക് താമസിക്കാനായിട്ട് മാക്സിമം ഞങ്ങൾ എന്താണ് 2 വരെയൊക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്താണ് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി, അതിനകത്ത് എന്താണ് നിങ്ങൾക്ക് റെന്റ് ഒന്നും കിട്ടുന്നില്ല. സോ നിങ്ങൾക്ക് 2-ൽ കൂടുതൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഞങ്ങൾ പുതിയൊരു സെക്ഷൻ, പുതിയൊരു രീതിയിൽ നിങ്ങളെ അത് ട്രീറ്റ് ചെയ്യും. 2-ൽ കൂടുതലുള്ളത് 2 വരെ ഓക്കെ, നിങ്ങൾ താമസിച്ചോ, നിങ്ങളും കുടുംബമായിട്ട് താമസിച്ചോ. ബട്ട് 2-ൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്താണ് അത്രയും പ്രോപ്പർട്ടി നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ല. ഓക്കെ. സോ എന്ത് ചെയ്യണം, നിങ്ങൾ ആ 2 കഴിച്ചുള്ള ബാക്കിയുള്ള നിങ്ങൾ എന്താണ് ഡീമിംഗ് പ്രൊവിഷൻ ആണ്. ഞങ്ങൾ പറയും ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്. ആക്ച്വലി ലെറ്റ് ഔട്ട് അല്ല, നിങ്ങൾ സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. ബട്ട് ഞങ്ങൾ എന്താണ് ഇൻകം ടാക്സ് സെക്ഷൻ 22 അല്ലെങ്കിൽ ചാർജ് ചെയ്യാൻ വേണ്ടി എന്താണ് ആ പ്രോപ്പർട്ടി എങ്ങനെ കണക്കാക്കും? ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. സോ 2 ഹൗസ് വരെ. സോ എന്റെ കയ്യിൽ 3 എന്ന് വിചാരിക്കുക. അതിലെന്താണ് 3-ലും ഞാൻ സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. സോ IT ആക്ട് പ്രകാരം, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്താണ് അവർ എത്ര ഒരു സമയം 2 വരെ ഓക്കെ, നിങ്ങൾ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് എടുത്തോ, അതിൽ നിന്ന് ഇൻകം ഒന്നും ഇല്ല. പക്ഷെ ഒരെണ്ണം എങ്ങനെ കാണിക്കേണ്ടി വരും? ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്. സോ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, അതിൽ എങ്ങനെ കാണിക്കണം? അത് അസസിയുടെ ഇഷ്ടമാണ്. സോ അസസിയുടെ ഓപ്ഷൻ, അസസിയുടെ ഫേവറേറ്റ് ആണ് എന്ത് കാണിക്കുന്നത്? എത്ര 2 ഏതൊക്കെ സെൽഫ് ഓക്യുപ്പൈഡ് കാണിക്കണം, ഏത് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആയിട്ട് കാണിക്കണം എന്നുള്ളത്. ഓക്കെ. സോ നമുക്കിത് 2 തിരിക്കുകയാണ്. യൂസ്ഡ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ് നമ്മൾ 2 തിരിക്കുകയാണ്. ക്ലിയർ അല്ലേ പറഞ്ഞ പോയിന്റ്സ് എല്ലാം? ദെൻ 2 തിരിക്കുകയാണ്. ഫസ്റ്റ് വൺ അപ് ടു 2 സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. സോ 2 പറയുകയാണെങ്കിൽ എന്താണ് എക്സംപ്റ്റഡ് ആണ്. ആനുവൽ വാല്യൂ will be nil. ആനുവൽ വാല്യൂ നിൽ ആണെങ്കിൽ എന്താണ് there will not be. സോ എന്താണ് ഇത് ഞാൻ എന്റെ റെസിഡൻഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാണ്, അതിനെന്താണ് ആനുവൽ വാല്യൂ ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും ആനുവൽ വാല്യൂ നില്ലായിട്ട് എടുക്കാം. സോ എനിക്ക് റെന്റൽ ഇൻകം കിട്ടുന്നില്ല. ബട്ട് സെക്കൻഡ് സെനാരിയോ എന്താണ്? മോർ ദാൻ 2 ഹൗസ് പ്രോപ്പർട്ടി, മോർ ദാൻ 2 സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. എനിക്ക് 2-ൽ കൂടുതൽ സെൽഫ് ഓക്യുപ്പൈഡ്, ദാറ്റ് മീൻസ് 2-ൽ കൂടുതൽ പ്രോപ്പർട്ടി ഉണ്ട്. ആക്ച്വലി എന്താണ് അവിടെ എല്ലാം ഞാനും എന്റെ ഫാമിലിയുമാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ അത് വെറുതെ കിടക്കുകയാണ് എങ്കിൽ സോ മോർ ദാൻ 2 സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ എന്ന് പറയും അത് പറ്റില്ല, അതിലെല്ലാത്തിനും നിൽ തരാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് എന്താണ് അപ് ടു 2 2 വരെ ഏതെങ്കിലും 2 എന്താ എടുക്കാം? ആനുവൽ വാല്യൂ നില്ലായിട്ട് എടുക്കാം. അപ് ടു 2 സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി, ആനുവൽ വാല്യൂ നിൽ. ഓക്കെ. സോ ആനുവൽ വാല്യൂ നില്ലായിട്ട് എടുക്കാം. ദെൻ റിമൈനിങ് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി എന്താണ്? അതിന് നില്ല് തരാൻ പറ്റില്ല. എങ്ങനെ കണ്ടുപിടിക്കും? ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എന്താണ് ഡീം ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ കണ്ടുപിടിക്കും, നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. സോ ഡീം ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യും. ക്ലിയർ ആണോ?
സോ ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. ഇത് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. സോ ജസ്റ്റ് ബിൽഡിംഗ് എന്ന് പഠിച്ചു പോകരുത്. സോ പ്രോപ്പർട്ടി മീൻസ് എനി ബിൽഡിംഗ് ആൻഡ് ലാൻഡ് അപ്പാർട്ട്മെന്റ് ദെയർ ടു. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ മാൻഡേറ്റ് ചെയ്യുന്നില്ല. അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്താൽ പൊസഷൻ ഉണ്ടായാൽ എന്താണ് സെക്ഷൻ 22 പ്രകാരം എന്തായിട്ട് കൂട്ടും? അത് അസസിയുടെ ഓണർഷിപ്പിലായിട്ട് കൂട്ടും. ദെൻ അസസിയുടെ ഓണർഷിപ്പിലുള്ള ബിൽഡിംഗ് സ്വന്തം ബിസിനസ്സിനോ പ്രൊഫഷനോ യൂസ് ചെയ്താൽ സെക്ഷൻ 22 ചാർജ് ചെയ്തില്ല. ദെൻ അസസിക്ക് കുറെ ബിൽഡിങ്സ് ഉണ്ട് അല്ലെങ്കിൽ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അയാളുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെന്റിന് കൊടുക്കലാണെങ്കിൽ അതും ഇതിനകത്ത് വരില്ല, സെക്ഷൻ 22 ചാർജ് ചെയ്യില്ല. ബിക്കോസ് സെക്ഷൻ പറഞ്ഞു തന്നെ പഠിക്കാം. സോ സെക്ഷൻ 22 ഇപ്പൊ സെക്ഷൻ 15 ചാർജ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് ഓർമ്മ പറഞ്ഞ എന്താണ്? സാലറി ഹെഡിൽ ചാർജ് ചെയ്യില്ല. സെക്ഷൻ 22 വരില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ വരത്തില്ല, വേറെ ഏതെങ്കിലും ഹെഡിലായിരിക്കും വരിക. ഇതിനൊന്ന് ആൻസർ പറയാം. എനിക്ക് ഒരു വേക്കന്റ് ലാൻഡ് ഉണ്ട്, വേക്കന്റ് ലാൻഡ്. സോ അത് ഞാനൊരു സർക്കസുകാർക്ക് റെന്റിന് കൊടുക്കുകയാണ്. സർക്കസുകാർക്ക് റെന്റിന് കൊടുക്കുകയാണ്. സോ സർക്കസുകാർ അവരുടെ ടെമ്പററി ഷെഡും കാര്യങ്ങളൊക്കെ അടിച്ച് സർക്കസ് നടത്തുകയാണ്. സോ എനിക്ക് റെന്റ് കിട്ടി. അത് സെക്ഷൻ 22 പ്രകാരം ഹൗസ് പ്രോപ്പർട്ടി ഇൻകോയിട്ട് ട്രീറ്റ് ചെയ്യുവോ ഇല്ലയോ? ഹൗസ് പ്രോപ്പർട്ടി ഇൻകോയിട്ട് ഫസ്റ്റ് ഒന്ന് പറയാം. എന്തുകൊണ്ടാണത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകോയിട്ട് ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്? സോ റെന്റ് കിട്ടുന്നുണ്ട്. നമ്മള് സെക്ഷൻ 22 പറഞ്ഞിട്ടുണ്ടായിരുന്നു, rental income or annual value from any property. So property means any building and or land appertinent thereto. So ആ ഒരു എനിക്ക് വേക്കന്റ് ലാൻഡ് ആണ്, അതിൽ ഒരു സ്ട്രക്ചർ പോലും ഇല്ല, ഒരു ബിൽഡിംഗ് പോലും ഇല്ല, എനിക്കൊരു വേക്കന്റ് ലാൻഡ് ആണുള്ളത്. അതിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനിൽ വരുന്ന എന്തെങ്കിലും ബിൽഡിംഗ് ഉണ്ടായിരുന്നോ? എനിക്ക് വേക്കന്റ് ലാൻഡ് ആണുള്ളത്. സോ അത് ഞാൻ സർക്കസുകാർക്ക് റെന്റിന് കൊടുത്തു, എനിക്ക് റെന്റൽ ഇൻകം കിട്ടിയാൽ, റെന്റൽ ഇൻകം ഒക്കെ ശരിയാണ്, പക്ഷേ അതെനിക്ക് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സെക്ഷൻ 22 പ്രകാരമുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഡെഫിനിഷനിൽ നിന്ന് കിട്ടുന്ന ബിൽഡിങ്ങോ അല്ലെങ്കിൽ ലാൻഡ് അപ്പാർട്ട്മെന്റ് തേട്ടോ അതിൽ നിന്നാണോ കിട്ടുന്നത്? അല്ല, ഇറ്റ് ഇസ് എ വേക്കന്റ് ലാൻഡ്. അവിടെ എന്തെങ്കിലും സ്ട്രക്ചർ ഉണ്ടോ? എന്തെങ്കിലും ബിൽഡിംഗ് ഉണ്ടോ? പ്രോപ്പർട്ടി ഉണ്ടോ? സോ റെന്റ് കിട്ടി എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് റെന്റൽ ഇൻകം എന്ന രീതിയിൽ പഠിക്കരുത്. റെന്റൽ ഇൻകം ഷുഡ് ബി ഫ്രം എ പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി മീൻസ് ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പാർട്ട്മെന്റ് തേട്ടോ. സോ ലാൻഡ് ബിൽഡിംഗുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ലാൻഡ് ആണെങ്കിൽ ഓക്കെ, ബിൽഡിങ്ങിന്റെ ഒപ്പം ആ ലാൻഡ് കൂടെ പോയാൽ ഓക്കെ. സോ ലാൻഡ് മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് വരില്ല, അവിടെ ദർ ഈസ് നോ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഇല്ല. ആ ലാൻഡിൽ നിന്ന് കിട്ടുന്ന റെന്റ് എവിടെ വരത്തില്ല, സെക്ഷൻ 22 വരത്തില്ല. സോ അത് മീൻസ് എന്താണ്? അതർ സോഴ്സിലോ അല്ലെങ്കിൽ സോ ഇങ്ങനെ കുറെ വേക്കന്റ് ലാൻഡ് ഉണ്ട്, അത് റെന്റിന് കൊടുക്കുകയാണ് എന്റെ ബിസിനസ് എങ്കിൽ PGBP, അല്ലെങ്കിൽ എവിടെ വരും? അതർ സോഴ്സിൽ വരും. ക്ലിയർ ആണോ? ഉണ്ടോ? റെന്റ് എന്ന് കണ്ടോന്ന് ചാടി കയറി സെക്ഷൻ 22 ഇൻവോക്ക് ചെയ്യരുത്. There should be a property and rental income from that property. No. So property definition, there should be a building, any type of building. Building ഉണ്ടാവണം, സ്ട്രക്ചർ ഉണ്ടാവണം. Then ആ സ്ട്രക്ചറുമായിട്ട് അക്കോമ്പനി ചെയ്ത് ലാൻഡ് കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ബട്ട് ലാൻഡ് മാത്രമാണെങ്കിൽ there will not be any structure. സ്ട്രക്ചർ ഇല്ലാത്തടത്തിൽ നിന്ന് റെന്റ് കിട്ടിയാൽ അത് എന്തായിട്ട് കൂട്ടില്ല? സെക്ഷൻ 22 ഇൻകം അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് വരില്ല. സാലറിയിൽ പോലെ നമ്മളൊരു ഫോർമാറ്റ് വരയ്ക്കണം. ഫോർമാറ്റ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. So format for computing income from house property. Income from house property. Particulars. Amount in rupees. Particulars amount in rupees. So first one. So ഇതാണ് നമ്മുടെ ഇനി അങ്ങോട്ട് ഇൻഡെപ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ പറയുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, municipal value. Then fair rent. So first municipal value fair rent കൂടെ കമ്പയർ ചെയ്തിട്ട്, സോ നമ്മൾ ആനുവൽ വാല്യൂയിലേക്ക് വരുവാണ് കണ്ടുപിടിക്കാനായിട്ടുള്ള. മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റും കൂടെ കമ്പയർ ചെയ്തിട്ട് അതില് ഹയർ, whichever is higher. So ഇതിൽ ഏതാണോ ഹയർ അത്
എന്തുമായിട്ട് കമ്പയർ ചെയ്യും? സ്റ്റാൻഡേർഡ് റെന്റ്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യും. സോ ദാറ്റ് മീൻസ് മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റും കൂടെ കമ്പയർ ചെയ്തിട്ട് അതിലേതാണോ ഹയർ ദെൻ അത് എന്തുമായിട്ട് കമ്പയർ ചെയ്യും? ഈ കിട്ടിയ ഹയറും സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്ത് whichever is less. So that means സ്റ്റാൻഡേർഡ് റെന്റ് വരെ മാക്സിമം എന്താണ് ആ ഏരിയയിലെ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് റെന്റിന് അപ്പുറത്തോട്ട് നമുക്ക് എന്ത് വരില്ല, ഒരു എക്സ്പെക്ടഡ് റെന്റ്. സോ ദാറ്റ് ഉണ്ടോ, ഇത് നമ്മൾ റെന്റിന് കൊടുക്കുന്ന ബിൽഡിങ്ങിന്റെ മുനിസിപ്പൽ വാല്യൂ ആയില്ലേ, അതിലെ ഫെയർ റെന്റ്, ദെൻ സ്റ്റാൻഡേർഡ് റെന്റ്. ഓക്കെ, സോ whichever is less. സോ ഇതില് ആദ്യം മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റ്, ഇതില് ഹയർ. എന്തുമായിട്ട് കമ്പയർ ചെയ്യും? സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതില് ലോവർ. സോ ഇതാണ് എന്ത്, ആ ഒരു പർട്ടിക്കുലർ ഏരിയയില് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന റെന്റ്, എക്സ്പെക്ടഡ് റെന്റ്. ഓക്കെ, സോ ഇത് കണ്ടോ, മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റും കൂടെ കമ്പയർ ചെയ്തിട്ട് അതിൽ ഹയർ എടുത്തിട്ട് എന്താണ് സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്ത് അതിൽ ലോവർ ആണ് നമ്മുടെ എക്സ്പെക്ടഡ് റെന്റ്. സോ ദാറ്റ് മീൻസ് ആ ഒരു ഏരിയയില് ഈ ബിൽഡിംഗ് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി നിൽക്കുന്ന ലൊക്കാലിറ്റിയില് IT ആക്ട് പ്രകാരം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന റെന്റ് ആണിത്, എക്സ്പെക്ടഡ് റെന്റ് എന്ന് പറയും. ക്ലിയർ ആണോ? സോ ദാറ്റ് മീൻസ് ഇത് കിട്ടുന്നതല്ല, എക്സ്പെക്ടഡ്. ദാറ്റ് മീൻസ് IT ആക്ട് നമ്മൾ എന്താണ് റെന്റ് കുറച്ച് കാണിച്ചിട്ട് എന്താണ് കുറച്ച് ഇത് കാണിക്കരുതല്ലോ. അതുകൊണ്ടുള്ള ഒരു ഇതാണ്. നമ്മൾ ആ ബിൽഡിംഗ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി നിൽക്കുന്ന ഏരിയ വെച്ചിട്ട് എന്താണ് മുനിസിപ്പൽ വാല്യൂ വെച്ചിട്ടുണ്ടാവും, ഫെയർ റെന്റും വെച്ചിട്ടുണ്ടാവും, സ്റ്റാൻഡേർഡ് റെന്റും വെച്ചിട്ടുണ്ടാവും. സോ മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റും കൂടെ കമ്പയർ ചെയ്തിട്ട് അതിൽ ഹയർ, സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്ത് അതിൽ ലോവർ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പെക്ടഡ് റെന്റ്. ക്ലിയർ ആണോ? അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം. സോ ദാറ്റ് മീൻസ് ആ ബിൽഡിങ്ങിന്റെ സിറ്റുവേറ്റ് ചെയ്യുന്ന ഏരിയ അനുസരിച്ചിട്ട് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അവർ എക്സ്പെക്ട് ചെയ്യുന്ന റെന്റ് ആണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി എന്താണ് നമുക്ക് ഉണ്ടോ? സോ ഞാൻ എന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി റെന്റിന് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? റെന്റ് കിട്ടും. എന്താണ്? ആക്ച്വൽ റെന്റ്. സോ ആക്ച്വൽ റെന്റ്, ആക്ച്വൽ റെന്റ്. സോ എക്സ്പെക്ടഡ് റെന്റിനെക്കാട്ടിലും കൂടുതലാണ് ആക്ച്വൽ റെന്റ് എങ്കിൽ എക്സ്പെക്ടഡ് റെന്റ് ആയിട്ട് എടുക്കോ, എക്സ്പെക്ടഡ് റെന്റ് എടുക്കോ, ആക്ച്വൽ റെന്റ് എടുക്കോ? സോ ഇവിടെ IT ആക്ട് പ്രകാരം എക്സ്പെക്ടഡ്, ജസ്റ്റ് ഒരു എമൗണ്ട് പറയാണ്, ജസ്റ്റ് ഒരു എമൗണ്ട് പറയാം, 1 lakh ആണ് വിചാരിക്കുക. എനിക്ക് ആക്ച്വലി കിട്ടിയ റെന്റ് 1,10,000 ആണ്. അതോറിറ്റി 1 lakhന് ടാക്സ് പിടിക്കോ, 1,10,000 ടാക്സ് പിടിക്കോ? അല്ലെ? സോ ഇൻകം ഉണ്ടോ? ടാക്സ് ചെയ്യും, ഒരു ഇളവുമില്ല. സോ ദാറ്റ് മീൻസ് ഉണ്ടോ ഇതില് ഹയർ. സോ ഇതില് whichever is higher. അതില് ഹയർ, whichever is higher. സോ ഇതില് ഹയർ ആയിരിക്കും. എന്തായിട്ട് എടുക്കുക? സോ അതില് പറയുന്ന വേർഡ് ശ്രദ്ധിക്കണം കേട്ടോ. സോ മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റും കൂടെ കമ്പയർ ചെയ്ത് whichever is higher, സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്ത് whichever is less will be treated as expected rent. സോ എക്സ്പെക്ടഡ് റെന്റിനെ എന്തുമായിട്ട് ചെയ്യണം? ആക്ച്വലി എനിക്ക് കിട്ടിയതുമായിട്ട് കമ്പയർ ചെയ്യണം. സോ എക്സ്പെക്ടഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ്, whichever is higher. സോ ആക്ച്വൽ റെന്റ് കുറവാണെങ്കിൽ എന്ത് പറയും? ഇന്ന ഏരിയയില് സോ എക്സ്പെക്ടഡ് റെന്റ് 1 lakhും ആക്ച്വൽ റെന്റ് 90,000 ഉള്ളെങ്കിൽ സോ അതിനകത്ത് വേറെ കുറെ സെനാരിയോ ഉണ്ട്. ബട്ട് ഇത് ഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഇന്ന ഏരിയയിലെ വി ആർ എക്സ്പെക്ടിങ് ദിസ് മച്ച് റെന്റ്, അത് കിട്ടണം, അല്ലെങ്കിൽ അത്രയത്തിന് എന്ത് ചെയ്യണം നിങ്ങൾ? യു ഹാവ് ടു പേ ടാക്സ്. ഓക്കെ, ദെൻ ആക്ച്വൽ റെന്റ് കുറയാനുള്ള സെനാരിയോ അതൊക്കെ നമ്മൾ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ കിട്ടുന്നതാണ് എന്ത്? ഗ്രോസ് ആനുവൽ വാല്യൂ, GAV. ഗ്രോസ് ആനുവൽ വാല്യൂ, GAV. ക്ലിയർ ആണോ? ആനുവൽ വാല്യൂ ഒരു വേർഡ് യൂസ് ചെയ്തായിരുന്നു, നമ്മൾ അതിലേക്കാണ് എത്തുന്നത്. സോ ഫസ്റ്റ് നമ്മൾ റെന്റൽ ഇൻകം ആനുവൽ വാല്യൂ എന്നൊരു വേർഡ് യൂസ് ചെയ്യായിരുന്നു. ആനുവൽ വാല്യൂ ഫ്രം എനി പ്രോപ്പർട്ടി. സോ ആനുവൽ വാല്യൂയിലേക്കാണ് നമ്മൾ എത്തുന്നത്. സോ ഇപ്പൊ ആനുവൽ വാല്യൂ എത്തിയില്ല, ഗ്രോസ് ആനുവൽ വാല്യൂ, ഗ്രോസ് ആനുവൽ വാല്യൂ. ക്ലിയർ ആണോ അപ് ടു ദിസ് പോയിന്റ്? ദെൻ സോ നമ്മുടെ സാലറിയിൽ ഉള്ള ഡിഡക്ഷൻ, സാലറി ഹെഡിലുള്ള ഡിഡക്ഷൻ സെക്ഷൻ ഏതായിരുന്നു? സാലറി ഹെഡിലുള്ള ഡിഡക്ഷൻ സെക്ഷൻ ഏതായിരുന്നു? സെക്ഷൻ 16. ഓക്കെ, സോ അതേപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടി HP യുടെ ഹെഡില് ഒരു ഡിഡക്ഷൻ ഉണ്ട്,
less deduction under section 24. So deduction വരുന്ന എത്രയാണ് സെക്ഷൻ 20. നമ്മൾ എന്താ രണ്ട് സെക്ഷൻസ് പഠിച്ചു. സെക്ഷൻ 22 ചാർജിങ് സെക്ഷൻ. ദെൻ രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ പഠിക്കാൻ പോവാണ്. ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ മാത്രം വരുന്ന ഒരു ഡിഡക്ഷൻ ആണ് സെക്ഷൻ 24. സോ സെക്ഷൻ 24 ക്ലോസ് എ, സെക്ഷൻ 24 ക്ലോസ് ബി ആണുള്ള രണ്ട് ഡിഡക്ഷൻസ് ആണുള്ളത്. സാലറിയിൽ 3 ഉണ്ടായിരുന്നു. നമ്മൾ ഡിഡക്ഷൻ എഴുതുമ്പോൾ എന്താണ് ക്ലോസ് ഉൾപ്പെടുത്തണം. 16 ക്ലോസ് 1A 2 3 അങ്ങനെ 3 ഡിഡക്ഷൻ 3 ക്ലോസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇതിന് ഒരു സെക്കൻഡ് കാര്യം കൂടെ അതിന് മുമ്പായിട്ട് ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ ഒന്ന് നോക്കണം. ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. സോ മുനിസിപ്പൽ ടാക്സ്, സോ ബിൽഡിങ്ങിനൊക്കെ അനുസരിക്കുള്ള മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാം. അത് കുറച്ച് കഴിഞ്ഞ് കിട്ടുന്നതാണ് എന്ത് നെറ്റ് ആനുവൽ വാല്യൂ. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് കുറച്ചുണ്ടോ നെറ്റ് ആനുവൽ വാല്യൂ. സോ വേർഡ് ശ്രദ്ധിക്കണം, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്, ബിക്കോസ് ഇതിനകത്ത് വേറെ കുറച്ച് ഡ്യൂ ആകുന്ന ചില സെനാരിയോ വരുന്നുണ്ട്, നമ്മൾ എടുക്കുന്നുണ്ട്. സോ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. സോ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്നാണ് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്ത് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടുന്നത്. ദെൻ ലെസ് ഡിഡക്ഷൻ under section 24, deduction under section 24. So 24 section 24 clause A, section 24 clause B. Okay, clause A പറയുന്നത് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. എന്താണ് പറയുന്നത് 30% ഇൻറ്റു ഇപ്പോൾ കിട്ടിയ നെറ്റ് ആനുവൽ വാല്യൂ. ഓക്കെ, ദെൻ 24B പറയുന്നത് interest on loan, interest on loan, interest on loan കൂടെ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്. സോ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് എന്താണ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഉണ്ടെങ്കിൽ കുറച്ച് കിട്ടുന്നതാണ് നെറ്റ് ആനുവൽ വാല്യൂ. സോ നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് എന്താണ് ഡിഡക്ഷൻ സെക്ഷൻ 24 ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. Income from house property. So house property എന്നുള്ള income. Okay, so ഇത് പല ഹെഡ്സിന് ഈ പറയുന്ന കാര്യങ്ങൾ പലതിനും ചേഞ്ച് ആവും. സോ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരു രീതിയിൽ വരും, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരു രീതിയിൽ വരും, ഡീം ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ ദെൻ ആക്ച്വൽ റെന്റിന്റെ കോൺസെപ്റ്റ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും എന്താണെന്നാണ് നമ്മൾ ഈ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണോ ഫോർമാറ്റ്? സോ സാലറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഒരു ഫോർമാറ്റ് വരച്ചു. എന്താണ് മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റും കൂടെ കമ്പയർ ചെയ്തു. വിച്ച് എവർ ഈസ് ഹയർ വിൽ ബി എന്താണ് കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ് റെന്റ്, വിച്ച് എവർ ഈസ് ലോവർ ആണ് നമ്മുടെ ആ ഏരിയയിലെ എക്സ്പെക്ടേഷൻ ഓഫ് റെന്റ്, എക്സ്പെക്ടഡ് റെന്റ്. അതിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യും? ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്ത് അതിൽ ഹയർ ആയിരിക്കും എന്ത് ഗ്രോസ് ആനുവൽ വാല്യൂ. സോ അതിൽ നിന്ന് എന്ത് കുറയ്ക്കും? മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ. നെറ്റ് ആനുവൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് 24 ഡിഡക്ഷൻ, സെക്ഷൻ 24 ഡിഡക്ഷൻസ് രണ്ടെണ്ണം കുറച്ച് കഴിഞ്ഞാൽ വരുന്നതാണ് എന്ത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ക്ലിയർ ആണോ? ദെൻ നമുക്ക് ഇതിനകത്തിന് ഓരോന്നോ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഉണ്ടോ നമുക്ക് ഇതിനകത്തിന് നമുക്ക് അറിയേണ്ടത് എന്താണ് മുനിസിപ്പൽ വാല്യൂ, എന്താണ് ഫെയർ റെന്റ്, സ്റ്റാൻഡേർഡ് റെന്റ്, എക്സ്പെക്ടഡ് റെന്റ്, ആക്ച്വൽ റെന്റ്, ദെൻ ഡിഡക്ഷൻസ് എന്തൊക്കെ കിട്ടും എന്നുള്ളതാണ്. ഇതിനകത്ത് ഓരോന്നും ഇതിനകത്ത് വരുന്ന ഓരോ എൻട്രിയും നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഫസ്റ്റ് വൺ മുനിസിപ്പൽ വാല്യൂ. Municipal value. Okay. So municipal value means value of property. Value of property as per municipal records. Municipal records. So municipal record prakaram ulla property value.
Then second one, fair rent. Fair rent. Rent of similar property. Rent of similar property in same locality. Also known as a reasonable rent. So ആ ലൊക്കാലിറ്റിയില് rent of similar property in same locality. ആ ലൊക്കാലിറ്റിയില് സിമിലർ പ്രോപ്പർട്ടിക്കുള്ള ഒരു റീസണബിൾ റെന്റ് അല്ലെങ്കിൽ അതിന് വരുന്ന റെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെയർ റെന്റ്. Then third one, standard rent. Rent as per Rent Control Act. Rent as per Rent Control Act. So, ആ ഏരിയയില് Rent Control Act പ്രകാരം കിട്ടാവുന്ന maximum rent. Okay, that is maximum amount of rent. Maximum amount of rent that can be legally recovered by the owner from the tenant. So that is maximum amount of rent that can be legally recovered by owner from tenant. Okay, no. So tenant in the maximum amount എന്താണ്? സ്റ്റാൻഡേർഡ് റെന്റിന് ലീസ്റ്റ്. സോ സ്റ്റാൻഡേർഡ് റെന്റിന് മുകളിലോട്ട് എന്താണ് നമുക്കൊരു ഹൗസ് പ്രോപ്പർട്ടിക്ക് വാല്യൂ എടുക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ദ മാക്സിമം റെന്റ് ദാറ്റ് ക്യാൻ ബി റിക്കവർഡ് ബൈ ഓണർ ഫ്രം ടെനന്റ്. സോ മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെന്റ്, സ്റ്റാൻഡേർഡ് റെന്റ്. ക്ലിയർ അല്ലേ? നമ്മുടെ സ്റ്റെപ്സ് നോക്കാം. മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെന്റും കൂടെ കമ്പയർ ചെയ്തു. വിച്ച് എവർ ഈസ് ഹയർ വിൽ ബി കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ് റെന്റ്. അതിൽ ലോവർ ആണ് നമ്മുടെ എക്സ്പെക്ടഡ് റെന്റ്. ദെൻ എക്സ്പെക്ടഡ് റെന്റ് എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? എക്സ്പെക്ടഡ് റെന്റ് വിൽ ബി കമ്പയർഡ് വിത്ത് ആക്ച്വൽ റെന്റുമായിട്ട് അല്ലെ? എക്സ്പെക്ടഡ് റെന്റ് വിൽ ബി കമ്പയർഡ് വിത്ത് ആക്ച്വൽ റെന്റ്. സോ എന്താണ് ആക്ച്വൽ റെന്റ്? ആക്ച്വൽ റെന്റ്. സോ വെരി വെരി ഇമ്പോർട്ടന്റ്. സോ ആക്ച്വൽ റെന്റിന്റെ ബേസിസിൽ നമുക്ക് മെയിൻ ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നത് അവിടുന്നാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആക്ച്വൽ റെന്റിന്റെ ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. നെക്സ്റ്റ് വൺ. സോ നമ്മൾ ആദ്യത്തെ 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെന്റും കൂടെ കമ്പയർ ചെയ്ത് വിച്ച് എവർ ഇസ് ഹയർ will be compared with the standard rent, whichever is lower will be treated as expected rent. ആ expected rent എന്തുമായിട്ട് കമ്പയർ ചെയ്യും? Fourth one, actual rent. എന്താണ് ആക്ച്വൽ റെന്റ് മീൻസ്? ആക്ച്വൽ റെന്റ് എന്താണ്? ആ വേർഡിലുണ്ടല്ലോ ആക്ച്വൽ റെന്റ് റിസീവ്ഡ്. സോ ഇവിടെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. റെന്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് റുപ്പീസ്. സോ ആക്ച്വൽ റെന്റ് നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ ഞാൻ പറഞ്ഞു ജസ്റ്റ് റെന്റ് റിസീവ്ഡ് പറഞ്ഞു. നമുക്ക് നോക്കാം. റെന്റ് റിസീവ്ഡ്. സോ ഞാന് എന്റെ പ്രോപ്പർട്ടി റെന്റിന് കൊടുത്തു. സോ 10 മാസം ഞാൻ എന്ത് ചെയ്തു? എന്റെ അക്കൗണ്ടിലേക്ക് റെന്റ് വാങ്ങിച്ചു. 10,000 ആയിരിക്കാം, അല്ലെ 20,000 ആയിരിക്കാം. ദെൻ അവസാനത്തെ 2 മാസം ഞാൻ ക്യാഷ് ആയിട്ട് വാങ്ങിച്ചു. എന്നിട്ട് പറയാണ് എനിക്ക് കിട്ടിയില്ല, അത് റെന്റ് റിസീവബിൾ ആണ്, ആക്ച്വലി റെന്റ് റിസീവ്ഡ് അല്ല എന്ന് പറഞ്ഞാൽ ഉടനെ 10 മാസത്തെ റെന്റ് ആയിരിക്കോ ഇൻകം ടാക്സ് അതോറിറ്റി കൺസിഡർ ചെയ്യുന്നത്?
അല്ലെങ്കിൽ 12 മാസം ഉണ്ടായിരുന്നു, 10 മാസം എനിക്ക് റെന്റ് തന്നു, 2 മാസം അവര് എന്ത് തന്നില്ല, റെന്റ് തന്നില്ല എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് നമുക്ക് അങ്ങ് കുറയ്ക്കുമോ? അതോ ആ 12 മാസത്തെയും റെന്റ് ആയിരിക്കുമോ ആക്ച്വൽ റെന്റ് ആയിട്ട് എടുക്കുന്നത്? 12 മാസം അല്ലെ? സോ ശ്യാമ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് റെന്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എല്ലാവരും നോക്കണ്ട, എല്ലാവരും ബ്രോഡ് കോൺസെപ്റ്റ് ആണ്. ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, നമ്മൾ ഒറ്റ നോട്ടത്തിൽ എന്ത് തോന്നും, റെന്റ് റിസീവ്. സോ അതിന്റെ കൂടെ റെന്റ് റിസീവ്ഡിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? റെന്റ് റിസീവബിൾ. സോ ദാറ്റ് മീൻസ് എനിക്ക് 10 മാസത്തെ കിട്ടി, 2 മാസത്തെ റെന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആക്ച്വലി കിട്ടിയില്ല, പക്ഷെ എന്താണ്, ഇൻകം ടാക്സ് അതോറിറ്റി പറയും എന്താണ്, അതൊന്നും ഇവിടെ പറ്റില്ല. സോ നിങ്ങൾ 12 മാസത്തേക്ക് റെന്റിന് കൊടുത്തു. നമ്മുടെ പ്രീവിയസ് ഇയറിൽ ആക്ച്വലി 12 മാസവും എന്താണ്, ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ആണ്. സോ നിങ്ങൾ റെന്റ് റിസീവബിൾ ആണ്, ആക്ച്വലി കിട്ടിയില്ല എന്ന് പറയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. റെന്റ് റിസീവബിൾ ആയിട്ട് ഞങ്ങൾ കൂട്ടിയിട്ട് എന്ത് ചെയ്യും, അത് ആഡ് ചെയ്ത് ആക്ച്വൽ റെന്റിന് പറയും. സോ അപ്പൊ അസസിയുടെ പേരിൽ നോക്കുമ്പോൾ എന്താ ചേടാ, എനിക്ക് ആക്ച്വലി റെന്റ് കിട്ടിയതും കിട്ടാത്തതിനും ഒക്കെ ടാക്സ് അടക്കേണ്ട അവസ്ഥയാണല്ലോ. സോ അപ്പൊ അതോറിറ്റി പറഞ്ഞു ശരി നിങ്ങൾക്ക് കിട്ടിയില്ല, അതായത് അൺറിയലൈസ്ഡ് റെന്റ് ആണെങ്കിൽ, അൺറിയലൈസ്ഡ് റെന്റ് നിങ്ങൾ കുറച്ചോ. സോ 12 മാസത്തെ റെന്റ് അല്ലെ, സോ 2 മാസത്തെ കിട്ടിയില്ല, അത് എന്തായിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യണം? അൺറിയലൈസ്ഡ് റെന്റ് ആയിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളെ ചുമ്മാ പിടിച്ച് ടാക്സ് ചെയ്യൂല. അൺറിയലൈസ്ഡ് റെന്റ് ആയിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്താൽ അത് കുറച്ച് കിട്ടുന്ന കാരണം എന്ത്, എനിക്ക് എന്തായിട്ട് നിങ്ങൾ എന്തായിട്ട് കണക്കാക്കിയാൽ മതി? ആക്ച്വൽ റെന്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ജസ്റ്റ് റെന്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തരുത്, ജസ്റ്റ് ബേസിക് ആയിട്ട് പോകരുത്. സോ റെന്റ് റിസീവ്ഡിന്റെ കൂട്ടത്തിൽ എന്താണ്, റെന്റ് റിസീവ് കൂടെ ഞങ്ങൾ ആഡ് ചെയ്യും. അപ്പൊ അസസീവ് പറയണം ആക്ച്വലി എനിക്ക് കിട്ടിയില്ലല്ലോ, പിന്നെ നിങ്ങൾ ആഡ് ചെയ്താൽ എനിക്ക് കിട്ടാത്തതിന് ഞാൻ എങ്ങനെ ടാക്സ് അടയ്ക്കും? സോ അതോറിറ്റി എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. അതെന്താണെങ്കിൽ അൺറിയലൈസ്ഡ് റെന്റ് ആണെങ്കിൽ. സോ അൺറിയലൈസ്ഡ് റെന്റ് ആണെങ്കിൽ കുറയ്ക്കാനായിട്ട് നമുക്ക് കണ്ടീഷൻസ് ഉണ്ട്. സോ അതാണ് നെക്സ്റ്റ് വൺ, വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് പോയിന്റ് കൊടുക്കാം, സ്റ്റാർട്ട് കൊടുക്കാം. അൺറിയലൈസ്ഡ് റെന്റ് means the rent, unrealized rent means the rent which is not recovered by owner from tenant. Okay. So ആക്ച്വലി എന്താണ്, ടെനന്റിന്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റാത്ത, വിച്ച് ഈസ് നോട്ട് റിക്കവേർഡ്. ദാറ്റ് മീൻസ് എന്താണ്, റെന്റ് റിസീവബിൾ ഇത് കയറി അൺറിയലൈസ്ഡ് മീൻസ് ദ റെന്റ് വിച്ച് ഈസ് നോട്ട് റിക്കവേർഡ് ബൈ ഓണർ ഫ്രം ദ ടെനന്റ്. സോ ടെനന്റിന്റെ കയ്യിൽ നിന്ന് ഓണർക്ക് കിട്ടിയില്ല. ദെൻ ഇങ്ങനെ, സോ അതോറിറ്റി പറയാം നിങ്ങൾക്ക് കിട്ടിയില്ല, പക്ഷേ ഇത് കുറയ്ക്കണമെങ്കിൽ, അൺറിയലൈസ്ഡ് റെന്റ് കുറയ്ക്കണമെങ്കിൽ 4 റൂൾ 4 കണ്ടീഷൻസ് അല്ലെങ്കിൽ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അല്ലാണ്ട് ചുമ്മാ കയറി നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാല് എന്താണ്, ആക്ച്വൽ റെന്റ് കണ്ടുപിടിക്കുമ്പോൾ റെന്റ് റിസീവ്ഡ് പ്ലസ് റിസീവബിൾ നിന്ന് കുറയ്ക്കാൻ പറ്റില്ല. സോ അൺറിയലൈസ്ഡ് റെന്റ് ആണ്, ഈ പറഞ്ഞ 4 കണ്ടീഷനും കൂടെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ എന്താണ്, ശരിയാണ്, നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് എന്താണ് അതോറിറ്റി സമ്മതിക്കും. സോ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്താണ്, ആക്ച്വൽ റെന്റിനകത്ത് അത് വരില്ല. സോ റെന്റ് റിസീവ്ഡ് പ്ലസ് റിസീവബിളിന് അൺറിയലൈസ്ഡ് റെന്റ് കുറയ്ക്കണമെങ്കിൽ എന്താണ്, ആക്ച്വലി നോട്ട് റിക്കവേർഡ് ഫ്രം ദ ഓണർ ഫ്രം ദ ടെനന്റ് ആയിരിക്കണം. ആൻഡ് അത് ഡിഡക്ഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അത് കുറയ്ക്കണമെങ്കിൽ, ഇതേപോലെ കുറയ്ക്കണമെങ്കിൽ എന്താണ്, 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ വേണം. സോ അതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, നെക്സ്റ്റ് പോയിന്റ് കൊടുക്കാം. അൺറിയലൈസ്ഡ് rent can be deductible if the rule 4 conditions are satisfied. Rule 4 conditions are satisfied. So unrealized rent കുറയ്ക്കണമെങ്കിൽ rule 4 condition can be deductible. That means ഇതേപോലെ കുറയ്ക്കണമെങ്കിൽ എന്താണ്, ഈ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. സോ കണ്ടീഷൻ ഏതൊക്കെയാന്ന് നോക്കാം.
First one, tenancy should be bona fide. Tenancy should be bona fide. So that means എന്താണ് ജസ്റ്റ് ഓറൽ ആയിട്ട് സോ വഴിക്ക് വെച്ച് കണ്ടു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് നിങ്ങൾ 10,000 രൂപ മാസം റെന്റിൽ താമസിച്ചു എന്ന് പറയുന്ന ആയത് there should be an agreement. So rental agreement ഉണ്ടായിരിക്കണം, bona fide rental agreement ഉണ്ടായിരിക്കണം. Then second one, tenancy should vacate the house property. സോ അതോറിറ്റി ചോദിക്കുകയാണ് എന്താണ് ബോണഫൈഡ് ആണ്. സോ റെന്റൽ എഗ്രിമെന്റ് ഒക്കെ ഉണ്ട്. സോ എനിക്ക് ലാസ്റ്റ് 2 മാസത്തെ റെന്റ് കിട്ടുന്നില്ല, അസസി പറയാണ് എന്റെ ടെനന്റ് കിട്ടുന്നില്ല. അപ്പൊ ഓഫീസർ അതിന് ചോദിക്കാണ് സോ ഇപ്പോഴെവിടെയാണ് താമസിക്കുന്നത്? സോ അവിടെ തന്നെ താമസിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? അടുത്ത വർഷം വീണ്ടും ഇതേപോലെ റെന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇവർ വരും. സോ റെന്റ് കിട്ടുന്നില്ലെങ്കിൽ എന്തായിരിക്കണം? അസസി എന്ത് ചെയ്തിരിക്കണം? ആ ടെനന്റിനെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിരിക്കണം. സോ ഇഫ് അസസി ഷുഡ് vacate the house property, then third one, such tenant should not occupy any of the property of the same assessee. സോ ഇയാളുടെ തന്നെ വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ അയാള് എന്താണ് ടെനന്റ് ആയിട്ടാണ്. ബിക്കോസ് എന്താണ് ഉണ്ടെങ്കിൽ എന്താണ് ആ പ്രോപ്പർട്ടിയിൽ ഇനി എന്താണ് റെന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അൺറിലൈസ്ഡ് റെന്റ് ആയിട്ട് വരും. സോ ദാറ്റ് മീൻസ് ഒരു വാലിഡ് റെന്റൽ എഗ്രിമെന്റ് ഉണ്ടാകണം. അസസി എന്താണ് ടെനന്റിനെ അവിടുന്ന് ഒഴിപ്പിച്ചിരിക്കണം. ഈ ടെനന്റ് എന്താണ് അസസിയുടെ വേറെ പ്രോപ്പർട്ടിയിലൊന്നും റെന്റൽ ടെനന്റ് ആയിട്ട് ഉണ്ടാകാൻ പാടില്ല. ദെൻ ലാസ്റ്റ് വൺ, സോ ഇത് കിട്ടിയില്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള ലാസ്റ്റ് സ്റ്റെപ്പ്, reasonable steps are taken for the recovery and such steps are of no use. Okay. സോ എന്നെ കൊണ്ട് പറ്റാവുന്ന റീസണബിൾ സ്റ്റെപ്സ്, ഗുണ്ടകളെ വിട്ട് ഇടിപ്പിക്കുക പേടിപ്പിക്കുക അതൊന്നും അല്ല പറയുന്നത്. സോ അവരിൽ നിന്ന് മേടിക്കാവുന്ന ലീഗൽ ആയിട്ടുള്ള സ്റ്റെപ്സ് എല്ലാം, ലീഗൽ ആക്ടിവിറ്റീസ് ഒന്നും അല്ലാതെ ലീഗൽ ആയിട്ടുള്ള എല്ലാ സ്റ്റെപ്സും നോക്കി, ബട്ട് എന്താണ് അവർക്ക് തരാനില്ല, അവർ തരില്ല എന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ, സോ റൂൾ 4 കണ്ടീഷൻസ് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ? ഫസ്റ്റ് വൺ എന്താണ്? ഒരു വാലിഡ് എഗ്രിമെന്റ് ഉണ്ടാകണം, ടെനന്റിനെ ഒഴിപ്പിച്ചിരിക്കണം, ടെനന്റ് വേറെ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഒന്നും ടെനന്റ് ആകാൻ പാടില്ല ഈ അസസിയുടെ. ദെൻ എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാ സ്റ്റെപ്സ് നോക്കി, ബട്ട് എന്താണ് ടെനന്റിനെ എനിക്ക് എന്ത് വാങ്ങിച്ചെടുക്കാൻ പറ്റൂല? റെന്റ് വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല. സോ ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എന്താണ്? നിങ്ങൾ കുറച്ചോ എന്ത് അൺറിയലൈസ്ഡ് റെന്റ് കുറച്ചിട്ട് എന്ത് കണ്ടു പറഞ്ഞാൽ മതി? ആക്ച്വൽ റെന്റ്. ക്ലിയർ ആണോ? നോക്കാം എന്തൊക്കെ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ഫോർമാറ്റിൽ നിന്ന് മുനിസിപ്പൽ വാല്യൂ ഡിസ്കസ് ചെയ്തു, ഫെയർ റെന്റ് സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്ത്, എക്സ്പെക്ടഡ് റെന്റ് ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വൽ റെന്റ് എന്താണ്? അതിൽ ഹയർ ഗ്രോസ് ആനുവൽ വാല്യൂ. ഓക്കെ, ദെൻ അതിൽ നിന്ന് എന്താണ് കുറയ്ക്കുന്നത്? മുനിസിപ്പൽ ടാക്സ്. Clearly up to this point. Municipal tax. Okay, so in that under points is the first one, tax which is recovered by municipality or local authority or Grama Panchayat. So tax recovered by municipality അല്ലെങ്കിൽ local authority, പഞ്ചായത്ത് ആണെങ്കിൽ ഗ്രാമപഞ്ചായത്ത്, അവര് റിക്കവർ ചെയ്ത ടാക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മുനിസിപ്പൽ ടാക്സ്. ഓക്കെ,
Then it is also known as, so sometimes നമ്മുടെ പ്രോബ്ലത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, known as property tax. Property tax അല്ലെങ്കിൽ house tax അല്ലെങ്കിൽ local tax. So ഇതിൽ sometimes municipal tax എന്ന വേർഡ് യൂസ് ചെയ്യാതെ അവർ ഈ പറയുന്ന പ്രോപ്പർട്ടി ടാക്സ് എന്നോ ഹൗസ് ടാക്സ് എന്നോ ലോക്കൽ ടാക്സസ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. നമ്മള് ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഇവിടെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. സോ നമ്മൾക്ക് നമുക്കിത് എന്താണ് ഇൻകം ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. സോ മുനിസിപ്പൽ ടാക്സ് ഡ്യൂ ആയെന്ന് പറഞ്ഞ് നമുക്ക് എന്താണ് കുറയ്ക്കാൻ പറ്റില്ല. മുനിസിപ്പൽ ടാക്സ് ആക്ച്വലി പെയ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുള്ളൂ. സോ അടുത്ത പോയിന്റ് ആണ് മുനിസിപ്പൽ ടാക്സ്. മുനിസിപ്പൽ ടാക്സ് municipal tax is allowed. Municipal tax is allowed. Is allowed on payment basis. Municipal tax is allowed on payment basis. So municipal tax എന്തായിരിക്കണം? മുനിസിപ്പൽ ടാക്സ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, നമുക്ക് രണ്ടായിട്ട് തിരിക്കരുത്. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്, then മുനിസിപ്പൽ ടാക്സ് ഔട്ട്സ്റ്റാൻഡിങ്. സോ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ആണെങ്കിൽ ഡിഡക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? സോ അലൗഡ് ആണോ അല്ലയോ? മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ആണെങ്കിൽ ഡിഡക്ഷൻ കുറയ്ക്കാൻ പറ്റുമോ ഇല്ലയോ? അതായത് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുമോ ഇല്ലയോ? then മുനിസിപ്പൽ ടാക്സ് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിലോ നോട്ട് അലൗഡ്. then ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, if municipal tax paid by owner, municipal tax paid by tenant, municipal tax paid by owner ആണെങ്കിലോ അല്ലെങ്കിൽ municipal tax paid by tenant ആണെങ്കിലോ എപ്പോഴാണ് അലൗഡ്? അല്ലെങ്കിൽ രണ്ടും ആണെങ്കിൽ കിട്ടുമോ? സോ ഇത് ഡിഡക്ഷൻ ആണ്, അല്ലെങ്കിൽ എന്താണ് അലൗഡ് മീൻസ് എന്താണ്, കുറയ്ക്കാൻ പറ്റുവാണ്. സോ മുനിസിപ്പൽ ടാക്സ് ഇനി ഞാൻ ഓണർക്കാണ് റെന്റൽ ഇൻകം കിട്ടുന്നത്, ഓണർക്ക് അത് കുറയ്ക്കണമെങ്കിൽ എന്തായിരിക്കണം? ഓണർക്ക് ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടാവണം അല്ലെ? സോ ദാറ്റ് മീൻസ് മുനിസിപ്പൽ ടാക്സ് ആക്ച്വലി പെയ്ഡ് ആണ് അലോ ചെയ്യുന്നതെങ്കിലും അതെന്താണ്, ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ബൈ ഓണർ ആണെങ്കിൽ അലൗഡ്. സോ ഇത് പേ ചെയ്യുന്ന ടെനന്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് എന്താണ്, എനിക്ക് ഓൾറെഡി റെന്റൽ ഇൻകം കിട്ടുന്നുണ്ട്, എനിക്കൊരു ചെലവാകുന്നില്ല. ആരാണ് പേ ചെയ്യുന്നത്? ടെനന്റ് ആണ് റെന്റ് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്യുന്നെങ്കിൽ എന്താണ്, അത് നമുക്ക് എന്താണ് കുറയ്ക്കാൻ പറ്റൂല. സോ മുനിസിപ്പൽ ടാക്സ് ആക്ച്വലി പെയ്ഡ് ആയിരിക്കണം ആൻഡ് ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ബൈ ദ ഓണർ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് എന്ത് കുറയ്ക്കാം? മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് കുറച്ച് നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ. then sometimes questionൽ if municipal tax given as percentage, that means municipal tax itra percentage ennu parayum, then it will be calculated on municipal value. So that means municipal value percent ആയിട്ട് തന്നാൽ, municipal tax percent ആയിട്ട് തന്നാൽ that implies നമുക്ക് എന്ത് പറയാം? municipal tax, that implies municipal tax is equal to
മുനിസിപ്പൽ വാല്യൂ ഇൻറ്റു ആ തന്നിരിക്കുന്ന പെർസെൻറ്റേജ്. മുനിസിപ്പൽ ടാക്സ് എമൗണ്ട് തരുന്നില്ല, ഇത്ര ഒരു 2% എന്ന് പറഞ്ഞാൽ എന്താണ്, മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ടാവും ആ ക്വസ്റ്റ്യനിൽ. മുനിസിപ്പൽ വാല്യൂ ഇൻറ്റു ആ തന്നിരിക്കുന്ന പേഴ്സൺ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മുനിസിപ്പൽ ടാക്സ്. അത് പെയ്ഡ് ആണെങ്കിൽ ബൈ ഓണർ ആണെങ്കിൽ നമുക്ക് എന്താണ് കുറയ്ക്കാം, റിഡക്ഷൻ ആയിട്ട് കുറയ്ക്കാം. ഗ്രോസ് ആനുവൽ വാല്യൂ നിന്ന് കുറച്ച് നെറ്റ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാം. അല്ലാത്ത കേസിൽ എന്താണ്, അത് കുറയ്ക്കാൻ പറ്റില്ല. മുനിസിപ്പൽ വാല്യൂ ഔട്ട്സ്റ്റാൻഡിംഗ്, ദാറ്റ് മീൻസ് പെയ്ഡ് അല്ല എങ്കിൽ കുറയ്ക്കാൻ പറ്റില്ല. ടെനന്റ് ആണെങ്കിലും എന്താണ്, ഓണർക്ക് ചെലവൊന്നും വന്നില്ല, അപ്പോൾ കുറയ്ക്കാൻ പറ്റില്ല. ക്ലിയർ ആണോ? നമുക്ക് നോക്കിയാൽ അറിയാം. സോ നേരെ വന്നു, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് നമ്മൾ കണ്ടുപിടിച്ചു. സോ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് കുറച്ചാൽ നമുക്ക് എന്നിട്ട് നെറ്റ് ആനുവൽ വാല്യൂ, ദെൻ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 ക്ലോസ് ചെയ്യാൻ നമുക്ക് സിമ്പിൾ ആണ്. ഈ നെറ്റ് ആനുവൽ ജസ്റ്റ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ് 30%. സോ ഇനി എന്താണ്, ഒരെണ്ണം കൂടെ മാത്രമാണ് നമുക്ക് എന്താണ് ഫോർമാറ്റിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യേണ്ട ഏരിയ ഒരെണ്ണമാണിത്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. സോ എത്ര വരെ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ് ഓൺ ലോണിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ ആക്ച്വൽ റെന്റ് പോലെ തന്നെ കണ്ടുപിടിക്കുമ്പോൾ ഉള്ള പോലെ തന്നെ ഉള്ള ഒരു മേജർ പോയിന്റ് ആണിത്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ്, സിക്സ്ത് പോയിന്റ്, interest on loan. So interest on loan. So നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി സെക്ഷൻ 22 നമ്മൾ എന്താണ് ചാർജബിലിറ്റി അല്ല ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കണ്ടുപിടിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. സോ ദാറ്റ് മീൻസ് ഈ ലോൺ എന്തിനു വേണ്ടി എടുത്തതായിരിക്കണം, എനിക്കൊരു കാറ് മേടിക്കാൻ വേണ്ടി എടുത്തതായിരിക്കണോ, ആണോ? സോ ഞാനൊരു ഹൗസ് പ്രോപ്പർട്ടി റെന്റിന് കൊടുത്തിട്ടുണ്ട്, ഞാനൊരു കാറ് വേറെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ഒരു കാറ് ഞാൻ എടുത്തിട്ടുണ്ട്, അതിനൊരു ലോൺ ഉണ്ട്, അതിന് ഇൻട്രസ്റ്റ് അടച്ചാൽ ഇവിടെ കൊണ്ട് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. സോ ദാറ്റ് മീൻസ് ഈ പാർട്ടിക്ക് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനോ കൺസ്ട്രക്ട് ചെയ്യാനോ അല്ലെങ്കിൽ റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസ് ഇതിനെന്തെങ്കിലും വേണ്ടിയിട്ടായിരിക്കണം എന്ത് എടുത്തിരിക്കുന്നത്, ലോൺ എടുത്തിരിക്കുന്നത്. അതിന് അഗെയിൻസ്റ്റ് ആയിരിക്കണം എന്ത് പേ ചെയ്തിരിക്കുന്നത്, ഇൻട്രസ്റ്റ് പേ. അല്ലാണ്ട് വേറെ എന്തെങ്കിലും ബിസിനസ്. സോ ഞാനൊരു ഹൗസ് പ്രോപ്പർട്ടി റെന്റിന് കൊടുക്കുകയാണ്, എനിക്ക് വേറൊരു ബിസിനസ് ഉണ്ട്, ആ ബിസിനസിന്റെ പർപ്പസിന് വേണ്ടി ഞാൻ ഒരു ലോൺ എടുത്തിട്ട് ആ റെന്റ് കൊണ്ട് ഇവിടെ കൊണ്ടിടാൻ പറ്റൂല. നമ്മൾ പറയുന്ന ഹൗസ് പ്രോപ്പർട്ടി പ്രകാരം പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഡെഫിനിഷനിൽ പറയുന്ന ആ ബിൽഡിംഗ് അല്ലെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യാനോ ആ ബിൽഡിംഗിൽ എന്തെങ്കിലും റിപ്പയർസോ റിനോവേഷനോ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി എടുക്കുന്ന ലോണിന്റെ പുറത്ത് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എവിടെ കവർ ചെയ്യത്തുള്ളൂ, സെക്ഷൻ 24 ക്ലോസ് ബി പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ലോണിൽ കവർ ചെയ്യത്തുള്ളൂ. ഓക്കെ, ക്ലിയർലി ആ പോയിന്റ്. സോ ഫസ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. Is allowed as deduction. Interest on loan is allowed as deduction if loan is taken for the purpose of purchase or construction or repairs and renovation of house property. No, so ഈ ലോൺ എടുത്തിരിക്കുന്ന എന്തിനായിരിക്കണം, പ്രോപ്പർട്ടി ഒന്നുകിൽ ആ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റിപ്പയർസോ റിനോവേഷനോ വേണ്ടി ആയിരിക്കണം ലോൺ എടുത്തിരിക്കുന്നത്. ദെൻ ആ ലോണിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് allowed as deduction. ദെൻ എവിടുന്നാണ് ലോൺ എടുക്കുന്നത്, അതിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ്
ഈ കാര്യത്തിന് ഈ പറയുന്ന പർച്ചേസിനോ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ റിപ്പയർസിനോ റിനോവേഷനോ വേണ്ടി എന്തിന് ഹൗസ് പ്രോപ്പർട്ടിയുടെ പർച്ചേസ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റിപ്പയർസ് റിനോവേഷന് വേണ്ടിയുള്ള ലോണിന്റെ എഗൻസ്റ്റ് ഉള്ള ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. ദെൻ എവിടെ നിന്ന് എടുത്താലാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്? ദെൻ ഇൻട്രസ്റ്റ് ഡ്യൂ ആയാൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആക്ച്വലി പെയ്ഡ് ആണെങ്കിലോ, സോ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞു, ബട്ട് ഇത് ഇവിടെ എന്തേ പറയുന്നുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്നേ പറയുന്നുള്ളൂ. സോ ആക്ച്വലി ഇൻട്രസ്റ്റ് ഡ്യൂ ആയാലാണോ ഡിഡക്ഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്താലാണോ? ദെൻ പർച്ചേസിനും കൺസ്ട്രക്ഷനും റിപ്പയർസിനും ഒക്കെ എന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ? ഈ ലോൺ ഇൻട്രസ്റ്റ് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് ആ ലിമിറ്റ്? ഇത്രയും കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. Then loan may be taken from banks, financial institutions, from others, etc. So ബാങ്കിൽ നിന്നോ ഫിനാൻഷ്യൽസിനോ ആരിൽ നിന്നോ വേണമെങ്കിലോ, ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയോ ആരുടെ നിന്ന് വേണമെങ്കിലോ, അതേഴ്സ് ഇൻ ദ സെൻസ് ഫ്രണ്ടിന്റെ നിന്നാകാം അല്ലെങ്കിൽ ഫാമിലി മെമ്പറിന്റെ നിന്നാകാം, ആരുടെ നിന്ന് ലോൺ എടുത്താലും പർപ്പസ് എന്തായിരിക്കണം? ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യോ കൺസ്ട്രക്ട് ചെയ്യോ അല്ലെങ്കിൽ അതിന്റെ പുറത്ത് റിപ്പയർസ് അല്ലെങ്കിൽ മെയിൻ്റെനൻസിനോ ആയിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ഇൻട്രസ്റ്റ് allowed as deduction. Interest allowed as deduction on due basis. On due basis. Okay, so interest allowed as deduction on due basis. So that means നമുക്ക് എന്തിന്റെ ബേസിസിലാണ്? മുനിസിപ്പൽ ടാക്സ് ആക്ച്വലി പെയ്ഡിന്റെ ബേസിസിലാണ് interest allowed as deduction on due basis. So interest paid ആണെങ്കിൽ interest outstanding in the sense എന്താണ്? due and outstanding. So interest paid ആണെങ്കിൽ allowed ആണല്ലോ. സോ മുനിസിപ്പൽ ടാക്സ് ആണെങ്കിൽ പെയ്ഡ് ആണെങ്കിൽ മാത്രമാണ്. ഇൻട്രസ്റ്റിന്റെ കേസിൽ എന്താ? ഡ്യൂ ആണെങ്കിലും എന്താണ്? അലൗഡ് ആസ് ഡിഡക്ഷൻ. ക്ലിയർ ആണോ? സോ അതുകൊണ്ടാണ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എന്ന് നമ്മൾ എടുത്തു പറഞ്ഞത്. ഡിഡക്ഷൻ 24 ക്ലോസ് ബി പ്രകാരം എന്താണ്? ഇൻട്രസ്റ്റ് അക്രൂ ആയാൽ അല്ലെങ്കിൽ ഡ്യൂ ആയാൽ, ലോണിന്റെ പുറത്ത് ഡ്യൂ ആയാൽ അത് എന്തായിട്ട് കിട്ടും? ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ട് അടച്ചില്ല, നമ്മൾ ഹൗസിംഗ് ലോൺ എടുത്തിട്ട് ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ട് അടച്ചില്ല എങ്കിൽ നമുക്ക് എന്ത് വരും? നമ്മളെ പീനലൈസ് ചെയ്യും. സോ ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് വരും. സോ പീനൽ ഇൻട്രസ്റ്റ്. സോ പീനൽ ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്തു എന്ന് വിചാരിക്കുക, അത് ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്യുവോ ഇല്ലയോ? ബിക്കോസ് എന്താണ്? ആക്ച്വലി ഡ്യൂ ആയപ്പോ തന്നെ അലോ ചെയ്തിരിക്കുകയാണ്. ദെൻ അത് കറക്റ്റ് ആയിട്ട് അടയ്ക്കാത്തത് കൊണ്ട് എന്താണ്? നോർമലി എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആരാണോ ലോൺ തന്നത് അവരെന്ത് ചെയ്യും? നമ്മളെ പീനലൈസ് ചെയ്യും. ബിക്കോസ് പറഞ്ഞ ടൈമിൽ കറക്റ്റ് ആയിട്ട് അടച്ചില്ല. സോ ഞാനൊരു തെറ്റ് വരുത്തിയിട്ട് വീണ്ടും എനിക്ക് ഒരു എക്സ്ട്രാ അവര് പീനലൈസ് ചെയ്യുമ്പോൾ എന്താണ്? സോ എന്റെ തെറ്റ് വരുത്തിയോണ്ട് എനിക്ക് ഗുണം കിട്ടുന്ന പോലെ വരും. എനിക്ക് ആ പീനൽ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ അലൗഡ് ആണെങ്കിൽ. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം? പീനൽ ഇൻട്രസ്റ്റ്. Penal interest. That means interest on unpaid interest. Interest on outstanding interest. Unpaid, okay, interest. Not allowed as deduction. Not allowed as deduction. എന്താണ്? ഡിഡക്ഷൻ ആയിട്ട് അലൗ ചെയ്യില്ല. ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇൻട്രസ്റ്റ് includes pre-construction period interest also. ഈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് കൂടെ ചേർന്നുള്ളതാണ്. Pre-construction period interest also. Interest includes എന്താണ്? Pre-construction period interest also. നമ്മൾ എന്താണെന്ന് ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
സോ ഇൻട്രസ്റ്റിൽ ചോദിച്ചാൽ നിങ്ങൾ നോർമലി സ്റ്റുഡൻസ് തെറ്റിക്കുന്ന ഒരു ഏരിയ ആണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ്. ദെൻ നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് കിട്ടുന്ന കേസ് പറഞ്ഞു അത് ഡ്യൂ ബേസിസിൽ കിട്ടും. ദെൻ ആരുടെ കയ്യിൽ നിന്ന് എടുത്താലും കിട്ടും. ദെൻ എന്താണ് പീനൽ ഇൻട്രസ്റ്റിന് കിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ഓൾസോ കവേർഡ് അണ്ടർ ഇൻക്ലൂഡ്സ് അണ്ടർ ഇൻട്രസ്റ്റ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ, പർച്ചേസ്, റെനോവേഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ലിമിറ്റ് വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ലിമിറ്റ് വെച്ചിട്ടുണ്ടോ? നോക്കാം. ലിമിറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. നമുക്ക് പ്രോപ്പർട്ടീസ് ഹൗസ് പ്രോപ്പർട്ടിയുടെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി, ദെൻ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഉണ്ട്, ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഉണ്ട്. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി നമുക്കറിയാവുന്നതാണ്. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി up to 2 self-occupied property, greater than 2 self-occupied property. So ഇതിനകത്ത് നമ്മൾ രണ്ടായിട്ടാണ് ഇരിക്കുന്നത്. up to 2 self-occupied property, remaining self-occupied property എന്തായിട്ടാണ് കണക്കാക്കുന്നത്? റിമൈനിങ് self-occupied property എങ്ങനെ വിളിക്കും? നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടി പറഞ്ഞായിരുന്നു. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, ഡീം ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. സോ ഡീമിംഗ് പോർഷൻ വരുന്നപ്പോഴാണ് രണ്ടിൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിലാണ് ഡീമിംഗ് പോർഷൻ വരുന്നത്. സോ റിമൈനിങ് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി, സോ ഇതിനെ നമ്മൾ എന്തായിട്ട് വിളിക്കും? ഈ പറയുന്ന ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. ക്ലിയർ ആണല്ലോ? ദെൻ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് ആനുവൽ വാല്യൂ എത്രയാണ്? സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി അപ് ടു 2 ആണെങ്കിൽ ആനുവൽ വാല്യൂ എന്ത് വരും? ആനുവൽ വാല്യൂ അപ് ടു 2. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി അപ് ടു 2 ആണെങ്കിൽ ആനുവൽ വാല്യൂ. സോ ദാറ്റ് മീൻസ് എനിക്ക് എന്തെങ്കിലും റെന്റ് കിട്ടുന്നുണ്ടോ? സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ ആനുവൽ വാല്യൂ ഉണ്ടോ? ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഒറ്റ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് എന്താണ് ആനുവൽ വാല്യൂ ഇവിടെ മുതൽ തന്നെ നില്ലായിരിക്കും. സോ ദാറ്റ് മീൻസ് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ എന്താണ് നെറ്റ് ആനുവൽ വാല്യൂ നില്ലാണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് 24 ഡിഡക്ഷൻ, 24 ക്ലോസ് എ ഉണ്ടാകില്ല, നെറ്റ് ആനുവൽ വാല്യൂ നില്ലാണ്. 24 ബിയിലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. സോ ദാറ്റ് മീൻസ് എന്താണ് ഓൾറെഡി എനിക്ക് എന്താണ് ഇൻകം ഇല്ല. സോ ഇൻകം ഇല്ല എങ്കിൽ ഇൻട്രസ്റ്റ് കുറയ്ക്കണമെങ്കിൽ എന്താണ് നമ്മൾ ഒരു അങ്ങനെ ചുമ്മാ കംപ്ലീറ്റ് ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ പറ്റില്ല. നമുക്ക് എന്താണ് ഒരു നോർമൽ, അതായത് ഒരാൾ ഒരു സ്വന്തമായിട്ട് ഒരു വീട് വെച്ചു, അയാൾക്ക് താമസിക്കാനായിട്ട് വീട് വെച്ചു, അതിന്റെ പുറത്ത് ഇൻട്രസ്റ്റ് ഉണ്ടായാൽ കുറയ്ക്കാം. സോ അതിനെന്താണ് ഓൾറെഡി എന്താണ് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ല, അത് സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. അതുകൊണ്ട് എന്താണ് ദർ വിൽ ബി എ ലിമിറ്റ് ഫോർ യു. സോ നിങ്ങൾക്ക് എന്താണ് ഇത്ര ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും. സോ അതിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ പുറത്ത് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ കണ്ടീഷൻസ് ആണ് പറയുന്നത്. സോ വെരി ഇമ്പോർട്ടന്റ്, very important property. First one, if loan is taken on or after 1/4/1999. 1/4/1999. സോ ലോൺ എടുത്തിരിക്കുന്നത് എന്നായിരിക്കണം? 1/4/1999 അന്നോ അതിനുശേഷമോ ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ, ലോൺ ടേക്കൺ ഫോർ the purpose of purchase or construction of house property. Purchase or construction of house property.
ലോൺ ടേക്കൺ ഫോർ ദ പർപ്പസ് ഓഫ് പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. സോ ലോൺ എടുത്തിരിക്കുന്നത് എന്നായിരിക്കണം? ഓൺ ഓർ ആഫ്റ്റർ 1499 ആയിരിക്കണം. ആൻഡ് ലോൺ ഈസ് ടേക്കൺ ഫോർ ദ പർപ്പസ് ഓഫ് purchase or construction of house property. Then third condition. If loan is taken for construction, then construction should be completed within 5 years. 5 years from the, so very important, from the end of the year in which loan was taken. A very, very important point. So normally in a provisional students if loan is taken for the purpose of construction, construction should be completed within 5 years from the loan from the end of the year in which loan was taken. So loan എടുത്തത് ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ ആ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് മുതൽ from the end of the year in which loan was taken. So loan എടുത്ത ഏത് ഇയറിലാണോ ആ ഇയറിന്റെ എൻഡ് മുതൽ 5 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? കൺസ്ട്രക്ഷൻ ആണെങ്കിൽ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് എടുക്കാവുന്നത് ഈ 3 കണ്ടീഷൻ. ദാറ്റ് മീൻസ് ലോൺ എടുത്തിരിക്കുന്നത് എന്നായിരിക്കണം? 1/4/1999 അന്നോ അതിനുശേഷമോ ആയിരിക്കണം. ലോൺ എടുത്തിരിക്കുന്നത് ഒന്നുകിൽ പർച്ചേസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷന് വേണ്ടി ആയിരിക്കണം. ദെൻ എന്താണ്? കൺസ്ട്രക്ഷന് വേണ്ടിയാണെങ്കിൽ എന്താണ്? എന്നാണോ ലോൺ എടുത്തത് അതിന്റെ ആ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് മുതൽ 5 വർഷത്തിന് ലോൺ എടുത്ത അന്ന് മുതലല്ല, 5 വർഷത്തിന് ലോൺ എടുത്ത ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിന്റെ മുതൽ 5 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ നമുക്ക് എത്ര വരെ കിട്ടും ഇൻട്രസ്റ്റ്? സോ ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാക്സിമം നമുക്ക് ₹2 lakhs വരെ നമുക്ക് കിട്ടും. സോ ഇതിന്റെ മീനിങ് എന്താണ്? സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണോ? 2 വരെയാണെങ്കിൽ എത്രയാണ്? 2 കൂടെ ചേർത്ത് മാക്സിമം 2 ലക്ഷം വരെ, മാക്സിമം 2 ലക്ഷം വരെ എനിക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ്. ദാറ്റ് മീൻസ് എന്താണ്? നിങ്ങൾ താമസിക്കാനായിട്ട് ഒരു വീട് വെച്ചാൽ ഞാൻ തരാം, ഇൻട്രസ്റ്റിന്റെ പുറത്ത് എന്താണ് കുറയ്ക്കാം. ദാറ്റ് മീൻസ് എന്തൊരു ഹൗസ് പ്രോപ്പർട്ടി ലോസ് പോലെ വരും, ഡിഡക്ഷൻ ആണ്. ഹൗസ് പ്രോപ്പർട്ടി ലോസ് പോലെ വരും. എത്ര? ഈ പറയുന്ന 2 ലക്ഷം. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് താമസിക്കാനായിട്ട് ഒരു വീട് വെച്ചാലാണ് തന്നെ. ദാറ്റ് മീൻസ് എന്താണ്? താമസിക്കാനായിട്ട് 5 കോടി 10 കോടിയുടെ ബംഗ്ലാവ് അല്ലെങ്കിൽ അങ്ങനെ വെക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. സോ ദാറ്റ് മീൻസ് എന്താണ്? മാക്സിമം നമുക്ക് എത്ര വരെ കിട്ടും? സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 ലക്ഷം വരെ മാക്സിമം കിട്ടും. ദെൻ ഇൻ എനി അതർ കേസ്, ദാറ്റ് മീൻസ് ഈ പറയുന്ന 3 കണ്ടീഷനിൽ ഏതെങ്കിലും കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് മാക്സിമം ₹30,000 വരെയാണ്. സോ ദാറ്റ് മീൻസ് ലോൺ എടുത്തത് 1/4/1999 മുമ്പാണെങ്കിൽ എത്രയേ കിട്ടത്തുള്ളൂ മാക്സിമം ഇൻട്രസ്റ്റ്? ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താലാണ് നമുക്ക് 2 ലക്ഷം വരെ കിട്ടുന്ന മാക്സിമം. സോ ലോൺ എടുക്കുന്ന 1/4/1999 മുമ്പാണെങ്കിൽ എത്രയേ കിട്ടുള്ളൂ എനിക്ക്? 30,000 വരെ മാക്സിമം. ആക്ച്വൽ ഓർ 30,000 എപ്പോഴും അതുകൊണ്ടാണ് മാക്സിമം ഇടുന്നത്. ദെൻ ലോൺ എടുക്കുന്നത് റിപ്പയേഴ്സ് അല്ലെങ്കിൽ റിനോവേഷന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് എത്രയേ കിട്ടുള്ളൂ? 30,000 വരെ കിട്ടുള്ളൂ. ഈ പറയുന്ന കണ്ടീഷൻ. സോ കൺസ്ട്രക്ഷൻ 5 വർഷത്തിനുള്ളിൽ തീർത്തില്ല എങ്കിലും എനിക്ക് എന്താണ്? 30,000 വരെ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഈ പറയുന്ന കണ്ടീഷൻ ഏതെങ്കിലും വയലേറ്റ് ചെയ്താൽ, സോ ദാറ്റ് മീൻസ് എന്താണ്? ഈ പറയുന്ന കണ്ടീഷൻ ക്യുമുലേറ്റീവ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്താൽ എനിക്ക് മാക്സിമം എന്താണ്? ഹൗസ് പ്രോപ്പർട്ടി ലോസ് പോലെ 2 ലക്ഷം വരെ കാണിക്കാം, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ലോൺ അത്ര ഉണ്ടെങ്കിൽ. ദെൻ ഉണ്ടോ? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ ആണോ പോയിന്റ്? സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയിൽ എന്താണ്? ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലായിരിക്കും. ആനുവൽ വാല്യൂ നില്ലായിരിക്കും. അതുകൊണ്ട് ഒരു ലിമിറ്റ് വെച്ചിരിക്കുകയാണ്.
സോ ലിമിറ്റ് എന്താണ്? ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ 2 ലക്ഷം വരെ കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്താൽ എത്ര വരെ കിട്ടുള്ളൂ? 30,000 വരെ കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? Then deemed to be let out property ആണെങ്കിൽ എന്താണ്? So that means deemed to be let out property deeming പ്രൊവിഷനിലൂടെ എന്തുണ്ട്? ആനുവൽ വാല്യൂ ഉണ്ട്. let out property ആണെങ്കിൽ ആക്ച്വലി എന്താണ്? earning income from the property. So income earn ചെയ്യുന്നതാണെങ്കിൽ ഡീമിംഗ് പ്രൊവിഷൻ വെച്ചിട്ടാണെങ്കിൽ ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? there will not be any limit. ഒരു ലിമിറ്റും ഇല്ല. എത്രയാണോ ഇൻട്രസ്റ്റ്, സോ ലെറ്റ് ഔട്ട് ആണ്, അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ വീട് വെച്ച് ഇൻട്രസ്റ്റ് എത്രയാണോ ആ കംപ്ലീറ്റ് ഇൻട്രസ്റ്റ് ഡ്യൂ will be allowed as deduction. So that means അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടോ? സോ നോർമലി ലെറ്റഡ് പ്രോപ്പർട്ടിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ 2ൽ കൂടുതൽ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഡീമിംഗ് പ്രൊവിഷനിലൂടെ അതിനെന്തുണ്ട്? ആനുവൽ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. എന്താണെന്നുള്ളത് നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് ഒഴിച്ച് ബാക്കി 2 ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിക്ക് എന്താണ്? ഒരു ലിമിറ്റും ഇല്ല. എന്തിന്? ഇൻട്രസ്റ്റ് ഓൺ ലോണിന് ഇല്ല, ലിമിറ്റ് ഇല്ല. ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് എത്രയാണോ ഡ്യൂ ആകുന്നത് അത്രയും തന്നെ കുറയ്ക്കാം. സോ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ എന്താണ്? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ, സോ ലോൺ എടുത്തിരിക്കുന്നത് 1/4/1999 അന്നോ അതിനുശേഷം ആണെങ്കിൽ, ലോൺ എടുത്തിരിക്കുന്ന പർച്ചേസിനോ കൺസ്ട്രക്ഷനോ വേണ്ടിയാണെങ്കിൽ, കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ലോൺ എടുത്ത ആ ഇയറിന്റെ എൻഡ് മുതൽ 5 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം 2 ലക്ഷം വരെ കിട്ടും. സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്താൽ എത്ര വരെ കിട്ടുള്ളൂ? മാക്സിമം 30,000 വരെ കിട്ടുള്ളൂ എന്നാണ്. ക്ലിയർ ആണോ? ഇനി ഒരു 2 പോയിന്റ് കൂടെയാണ് ഞാനുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ലോണില് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റിനകത്ത് ഒരു മേജർ പോയിന്റ് ആണ്. ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ്സ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ്. പ്രീ കൺസ്ട്രക്ഷൻ ഓർ പ്രീ അക്വിസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്? അക്വയർ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണം. പ്രീ അക്വിസിഷൻ interest. So very important, pre-construction period interest അല്ലെങ്കിൽ pre-acquisition period interest. So ഞാൻ ഫസ്റ്റ് കൊടുക്കുക pre-construction അല്ലെങ്കിൽ acquisition period. ആദ്യം പീരീഡ് എന്താണെന്ന് പറയുന്നത്. ഈ പീരീഡിലുള്ള ഇൻട്രസ്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? pre-construction period interest. ഓക്കെ, നോട്ട് ചെയ്യാം. Period starts on date of taking a loan. So loan at the date and ends on 31st March. Ends on 31st March. Immediately preceding the year. Immediately preceding the year in which construction or acquisition is completed. So very important. So pre-construction period എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നാണോ period starts on date of taking loan. ലോൺ എടുത്ത ദിവസം മുതൽ date of take, very very important, loan, and ends on 31st March, immediately preceding the year in which construction or acquisition completed. So acquisition അല്ലെങ്കിൽ construction complete ആകുന്ന ഏത് ഇയറിലാണോ ആ ഇയറിന് തൊട്ട് മുമ്പുള്ള immediately preceding 31. That means April 5th ഇത് തീരുന്നതെങ്കിൽ, April 5th 2023 ആണ് തീരുന്നതെങ്കിൽ എന്താണ്? 31st March 2023 വരും. So December 31st December 2022 ആണെങ്കിൽ തീരുന്നെങ്കിൽ എന്താണ്? അതിന് തൊട്ട് മുമ്പുള്ള 31st March എന്ന് വരും, 31st March 2022. സോ എന്നാണോ ലോൺ എടുത്തത് അന്ന് മുതൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അക്വിസിഷൻ കംപ്ലീറ്റ് ആകുന്ന ഇയറിന് തൊട്ട് മുമ്പുള്ള ഇയറിന്റെ 31st March വരെയുള്ള പീരീഡിനെയാണ് എന്ത് പറയുന്നത്? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റിന്റെ കേസിൽ എത്ര വരെ കിട്ടും എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തത്. Next point, pre-construction
pre-construction or acquisition. Period interest. So first one, interest for the pre-construction. Interest for the pre-construction period is called. That means എന്നാണോ ലോൺ എടുത്തത് എന്നാണോ കംപ്ലീറ്റ് ആകുന്ന അതിന് തൊട്ട് മുമ്പുള്ള 31st മാർച്ച് വരെ പീരീഡിൽ ഉണ്ടാകുന്ന ഇൻട്രസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? പീരീഡ് ഈസ് കോൾഡ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ്. ഇതിനെയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. സോ അത് വലിയൊരു പീരീഡ് ആണെങ്കിൽ ആ പീരീഡിലെ മൊത്തം ഇൻട്രസ്റ്റും നമുക്ക് ഈ പറയുന്ന ഇൻട്രസ്റ്റ് 24 ക്ലോസ് ബി പ്രകാരം കിട്ടുമോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ്. പീരീഡ് ഇൻട്രസ്റ്റ്. Pre-construction period interest is allowed in 5 equal installments. So ഈ പറയുന്ന from the year in which construction or acquisition is completed. So complete ആകുന്ന ഇയർ മുതൽ 5 വർഷത്തേക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് 5 വീക്ക്. സോ ദാറ്റ് മീൻസ് നമ്മൾ എന്താണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്, ഇത് ലോൺ എടുത്ത ദിവസം മുതൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകുന്നതിന് തൊട്ട് മുമ്പുള്ള 31st മാർച്ച് ഉള്ള പീരീഡ് വരെയുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് 1 lakh ആണെന്ന് വിചാരിക്കുക. സോ 1 lakh നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ ആ കംപ്ലീറ്റ് ആകുന്ന ഇയറിൽ എത്രയാണ് അതേ ഡിവൈഡഡ് ബൈ 5. ദാറ്റ് മീൻസ് 20,000 വെച്ച് 5 വർഷത്തേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് സെക്ഷൻ 24 ക്ലോസ് ബി പ്രകാരം അലൗഡ് ആസ് ഡിഡക്ഷൻ. ക്ലിയർ ആണോ? ഒരു പോയിന്റ് ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അറിയേണ്ടത്. ലാസ്റ്റ് പോയിന്റ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു പീനൽ ഇൻട്രസ്റ്റ് എന്താണ്? അലൗഡ് ആസ് ഡിഡക്ഷൻ ആണോ അല്ലയോ? ഇൻട്രസ്റ്റിന്റെ പുറത്ത് ഇൻട്രസ്റ്റ് വരുന്ന അലൗഡ് ആണോ അല്ലയോ? പീനൽ ഇൻട്രസ്റ്റ് അലൗഡ് ആണോ അല്ലയോ? അല്ല അല്ലേ? സോ ഒരു ലോൺ ഉണ്ടായിരുന്നു, ഒരു അതായത് ഈ പറയുന്ന എലിജിബിലിറ്റി എല്ലാം ക്രൈറ്റീരിയ എല്ലാം ഉള്ള ഒരു ലോൺ ഉണ്ടായിരുന്നു. സോ ആ ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് ഒരു ഫ്രഷ് ലോൺ എടുത്താൽ, സോ ദാറ്റ് മീൻസ് ആ പഴയ ലോൺ കംപ്ലീറ്റ് അടച്ചെടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ദെൻ ഒരു ഫ്രഷ് ലോൺ എടുത്താൽ ഫ്രഷ് ലോണിന് പുറത്ത് വരുന്ന ഇൻട്രസ്റ്റ് അലൗഡ് ആണോ അല്ലയോ? സോ ഒരു ലോൺ ഉണ്ടായിരുന്നു, അതെന്താണ്? ഹൗസ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് തിരിച്ച് റീപേ ചെയ്യാനായിട്ട് വേറെ ലോൺ എടുത്താൽ എന്താണ്? അലൗഡ് ആണ്. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ നമ്മൾ എന്താണ് അവിടെ പീനലൈസ് ചെയ്യുകയല്ല, ആ ലോൺ അടച്ചിട്ട് എന്താണ് അതിന് പകരം ഒരു പുതിയ ലോൺ ആക്കി മാറ്റുകയാണ്. സോ എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയക്ക് വേണ്ടിയിട്ട് പ്രീവിയസ് ലോൺ, സോ ആ പ്രീവിയസ് ലോൺ എടുത്ത നാച്ചുറൽ ലോൺ എടുത്ത് എന്തിനു വേണ്ടിയായിരുന്നു? ഹൗസ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയായിരുന്നു. ദെൻ ആ ലോൺ തിരിച്ചടച്ചിട്ട് വേറൊരു ലോൺ എടുക്കുക, അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി വേറെ ലോൺ എടുത്തു. ദെൻ പുതിയ ലോണിന് പുറത്ത് വരുന്ന ഇൻട്രസ്റ്റും അലൗഡ് ആണ്. ഇനി fresh loan taken for the purpose of house property. So construction agam and purchase of house property allowed, taken for the payment of taken any fresh loan taken for the for the payment of earlier loan and earlier loan which was taken for the purpose of
house property. So construction agam, purchase agam, renovation agam, endu purpose anengilum agam, allowed. Property, then so actual owner house property going then interest on fresh loan. Fresh loan is allowed as deduction. Allowed as deduction. So deduction item allow cheyum in the interest on fresh loan. Then last point, interest paid outside India. So India ke portha interest paid outside India allowed as deduction. Allowed as deduction. If we discuss tax deducted at source, TDS is deducted on such interest. So ആ ഇൻട്രസ്റ്റിന്റെ പുറത്ത് എന്താണ് TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്യുള്ളൂ. ക്ലിയർ ആണോ? സോ ഇതാണ് ഇതിന്റെ ബേസ് ആണ്. ദെൻ നമ്മൾ ഓരോ പ്രോപ്പർട്ടിക്കും ഇനി ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ്. സോ നമ്മളുണ്ടോ ഫോർമാറ്റ് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഇൻഡെപ്ത് നമുക്കൊരു സ്ഥിരമായിട്ട് ഒരു ക്വസ്റ്റ്യൻ സുഖമായിട്ട് കിട്ടുന്നതാണ്. ബട്ട് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു ഹെഡ് തന്നെയാണ് ഹൗസ് പ്രോപ്പർട്ടി. സോ സാലറി പോലെ ഒരുപാട് കൊനിഷ്ഠ കാര്യങ്ങളില്ല. ബട്ട് ഉള്ളത് എന്താണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്ക് എന്താണ് കറക്റ്റ് ഒരു ആൻസറിലേക്ക് എത്തില്ല. നമ്മളിപ്പോ 2 സെക്ഷനാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു? സെക്ഷൻ 22 ഇതാണ് ചാർജബിലിറ്റി സെക്ഷൻ ആണ്. ആനുവൽ വാല്യൂ അല്ലെങ്കിൽ റെന്റൽ ഇൻകം ഫ്രം എ പ്രോപ്പർട്ടി വിൽ ബി ടാക്സ്ഡ് അണ്ടർ സെക്ഷൻ 22. സോ പറഞ്ഞു പ്രോപ്പർട്ടി മീൻസ് ബിൽഡിംഗ്, എനി ബിൽഡിംഗ് ആൻഡ് ലാൻഡ് അപ്പാർട്ട്മെന്റ് ദെയർ. സോ എക്സെപ്ഷണൽ സെനാരിയോ പറഞ്ഞു. എന്തായിരുന്നു? ബിൽഡിംഗ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓൺ ബിസിനസിനോ പ്രൊഫഷനോ യൂസ് ചെയ്താൽ നമ്മുടെ കാറ്റഗറി സെക്ഷൻ 22 അട്രാക്ട് ചെയ്യില്ല. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയായിരുന്നു? സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. സോ റെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന് പറയും. ദെൻ 2 സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി വരെ നമ്മൾ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് എടുക്കും. ദെൻ 2ൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിന് അസസിയുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട് 2ന് മുകളിലുള്ളത് എന്താണ് 2 സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് അതിന് മുകളിലുള്ള എന്തായിട്ട് എടുക്കും? ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. ദെൻ നമ്മൾ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? ആദ്യം മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റും കൂടെ കമ്പയർ ചെയ്തിട്ട് whichever is higher will be compared with the standard rent, whichever is lower will be treated as expected rent. ഈ expected rent എന്തുമായിട്ട് കമ്പയർ ചെയ്യും? ആക്ച്വൽ റെന്റ്. സോ ആക്ച്വൽ റെന്റ് നമ്മൾ ഇൻഡെപ്ത് അറിഞ്ഞിരിക്കണം. ആക്ച്വൽ റെന്റ് മീൻസ് എന്താണ്? റെന്റ് റിസീവ്ഡ് പ്ലസ് റെന്റ് റിസീവബിൾ മൈനസ് അൺറിയലൈസ്ഡ് റെന്റ്. സോ എന്താണ് അതോറിറ്റി പറയുന്നത്? അൺറിയലൈസ്ഡ് റെന്റ് കുറയ്ക്കുകയാണെങ്കിൽ റൂൾ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണ്? ടെനൻസി ഷുഡ് ബി ബോണഫൈഡ്. സോ the defaulting tenant should be vacate house property. Defaulting tenant എന്താണ്? വേറെ പ്രോപ്പർട്ടി ഒന്നും ഒക്യുപ്പൈ ചെയ്യരുത് രണ്ടായിട്ട്. ദെൻ എന്താണ്? അസസി പറയാണ് അല്ലെങ്കിൽ ഓണർ പറയാണ് ഓൾ ദ റീസണബിൾ സ്റ്റെപ്സ് ആർ എല്ലാം എടുത്തു ബട്ട് നോ യൂസ്. എനിക്ക് എന്താണ് ആ റെന്റ് കിട്ടൂല. അങ്ങനെയാണെങ്കിൽ എന്താണ് അൺറിയലൈസ്ഡ് റെന്റ് ആയിട്ട് കുറയ്ക്കാം. ദെൻ ആ എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റുമായിട്ട് കുറച്ച് കിട്ടുന്നത് അതിൽ ഹയർ എന്തായിട്ട് എടുക്കും? ഗ്രോസ് ആനുവൽ വാല്യൂ. ദെൻ ഗ്രോസ് ആനുവൽ വാല്യൂ എന്താണ് കുറയ്ക്കാവുന്നത്? നേരിട്ട് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഉണ്ടോ? സോ മുനിസിപ്പൽ ടാക്സ് ഡ്യൂ അല്ല, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ആയിരിക്കണം. ആര് പേ ചെയ്തായിരിക്കണം? ഓണർ പേ ചെയ്തായിരിക്കണം. ബിക്കോസ് ടെനന്റ് ആണ് പേ ചെയ്തെങ്കിൽ എന്താണ്? ഓണറിന് ഓൾറെഡി എന്താണ് ഇൻകം കിട്ടുവാണ്. അതിന്റെ പുറത്ത് കിട്ടിയ ഇൻകം ഡിഡക്ട് ചെയ്യാൻ പറ്റൂല. ഓണർ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് വിൽ ബി ഡിഡക്റ്റഡ്. സോ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തത് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ. സോ സെക്ഷൻ 24 ആണ് എന്തിൽ വരുന്നത്? ഇൻകം HP ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന ഡിഡക്ഷൻ. സോ 2 ഡിഡക്ഷൻസ് ആണ് ഉള്ളത്. എന്താണ്? ഫസ്റ്റ് ക്ലോസ് എ എന്താണ്? 30% ഓഫ് NAV. സോ NAVയുടെ ഫ്ലാറ്റ് 30%. ദെൻ സെക്കൻഡ് വൺ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഓക്കെ. സോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. സോ ഇൻട്രസ്റ്റ് ലോൺ എടുത്തിരിക്കുന്നത് എന്തിനായിരിക്കണം? ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനോ, കൺസ്ട്രക്ട് ചെയ്യാനോ,
റിപ്പയർ ചെയ്യാനോ റിനോവേറ്റ് ചെയ്യാനോ ഉള്ള പർപ്പസിനായിരിക്കണം. ദാറ്റ് മീൻസ് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ലോൺ ആയിരിക്കണം. ദെൻ അതിന് ഇൻട്രസ്റ്റ് കുറയ്ക്കാം. സോ ഇൻട്രസ്റ്റ് കുറയ്ക്കണമെങ്കിൽ എന്താണ്, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ ലിമിറ്റ് ഉണ്ട്. ഡീം ടു ബി ലെറ്റ് ഔട്ടിനും എന്താണ് ലിമിറ്റ് ഇല്ല. ബിക്കോസ് ഇൻകം ഏൺ ചെയ്യുന്നതിന് ലിമിറ്റേ ഇല്ല. ആക്ച്വലി ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നത്, ഇൻട്രസ്റ്റ് പേ ചെയ്യണമെന്നില്ല, ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നത് കുറയ്ക്കാം. ബട്ട് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ, അതിൽ 2 ലക്ഷം വരെ കിട്ടും. ഏതെങ്കിലും ഒന്നെങ്കിലും സാറ്റിസ്ഫൈ ഇല്ലെങ്കിൽ എത്ര വരെ കിട്ടുള്ളൂ? 30,000 വരെ. സോ എന്തൊക്കെയാണ് കണ്ടീഷൻ? ലോൺ ഷുഡ് ബി ടേക്കൺ ഓൺ ഓർ ആഫ്റ്റർ 1/4/1999 ആൻഡ് ലോൺ ഷുഡ് ബി ടേക്കൺ ഫോർ ദ പർപ്പസ് ഓഫ് construction or purchase or construction. If loan is taken for the purpose of construction, then construction should be completed within 5 years from dash, within 5 years from the end of the financial year in which loan was taken. So അങ്ങനെയാണെങ്കിൽ 2 ലക്ഷം വരെ കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ 30,000 വരെ. ദെൻ പിന്നെ ഉള്ള എന്താണ്, ലോൺ ഇൻക്ലൂഡ്സ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ഓൾസോ. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് മുതൽ എന്നാണ്, ലോൺ എടുത്ത ദിവസം മുതൽ എന്നാണോ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അക്വസിഷൻ കംപ്ലീറ്റ് ആകുന്നതിന് തൊട്ട് മുമ്പുള്ള 31 വരെയുള്ള പ്രീ പീരീഡ് ആണ് ഇൻട്രസ്റ്റ്. ആ പീരീഡിൽ ഇൻട്രസ്റ്റ് ആണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ്. അത് മൊത്തം കൂടെ തരുവല്ല ചെയ്യുന്നത്. എന്താണ്, 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് എന്ത് തരുന്നത്, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് തരുന്നത്. പീനൽ ഇൻട്രസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. എർലിയർ ലോൺ, അതായത് ഹൗസ് പ്രോപ്പർട്ടിക്ക് വേണ്ടി എടുത്തൊരു ലോൺ റീപേ ചെയ്യാൻ വേണ്ടി വേറൊരു ലോൺ എടുത്താൽ ആ പുതിയ ലോണിന്റെ പുറത്തുള്ള ഇൻട്രസ്റ്റ് എന്താണ്, അലൗഡ് ആസ് ഡിഡക്ഷൻ. ക്ലിയർ ആണോ? സോ ഇത്രയും കാര്യങ്ങളൊന്നും നോക്കി വരിക. നമ്മളിനി ഓരോന്നിനും, അതായത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ, ഡീം ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ, പാർട്ട് ഓഫ് ദി ഇയർ ലെറ്റ് ഔട്ട് ആണെങ്കിൽ, അങ്ങനെയുള്ള സെനാരിയോ സെക്ഷൻ 23 ഇൻഡത്ത് നമുക്ക് ആഫ്റ്റർനൂൺ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇതുവരെ ഉള്ള ഒന്ന് കൃത്യമായിട്ട് നോക്കി വരിക. സോ ആഫ്റ്റർനൂൺ സെക്ഷനിൽ റിമൈനിങ് തിയറി പ്ലസ് പ്രോബ്ലം. സോ ഇന്നത്തെ ഒരു 2 ക്ലാസ് കൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തീരുന്ന ഒരു ഹെഡാണ് പ്രോപ്പർട്ടി ഇൻകം. സോ റിമൈനിങ് തിയറി പ്ലസ് പ്രോബ്ലംസ് നമുക്ക് ആഫ്റ്റർനൂൺ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ ക്ലിയർ ആണല്ലോ അല്ലെ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലെ? അപ് ടു ദിസ് പോയിന്റ് ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ. സോ റിമൈനിങ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.